തീർച്ചയായും സി എച്ചിനെ പറ്റി സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. അതിൽ നിങ്ങൾ ആമുഖമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനുയായിയോ അനുഭാവിയോ ഒന്നും അല്ല ഞാൻ എന്നും ആ പാർട്ടിയുടെ ഒരു വിമർശകനായിരുന്നു, ഇപ്പോഴും അതെ. ഒരു സംശയമുണ്ട്, ഈ മുസ്ലിം ലീഗിൻ്റെ വിമർശകനായ ഒരാൾ എന്തിനാണ് സി എച്ചിനെ പറ്റി സംസാരിക്കുന്നത്? അതിലൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങേയറ്റത്തെ ജീർണതയിൽ വീണ് കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള മൂല്യങ്ങളും ആദർശങ്ങളും ആശയങ്ങളും ഇല്ലാതെ ആളുകൾ മത്സരിക്കുന്നു, ജയിക്കുന്നു, പലതും. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം വ്യവസായിയാണ്, വ്യാപാരിയാണ്, വലിയ കോടീശ്വരനാണ്. സാഹചര്യവശാൽ അദ്ദേഹം ഒരിക്കൽ പ്രസിഡൻ്റായി. ആ പ്രസിഡൻ്റ് ആവാൻ അദ്ദേഹം ഉപയോഗിച്ചൊരു സാധനം വംശവെറിയാണ് എന്ന് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അതേ നാണയം തന്നെ ഇറക്കിയിട്ടാണ് ഇപ്പോഴത്തെ കളിച്ചിട്ട് അദ്ദേഹം ജയിച്ചു വന്നത്. ഇതൊരു ചെറിയ ഉദാഹരണം. അങ്ങനെ എല്ലാ നാട്ടിലും ഈ തരത്തിൽ ഒരു അപജയം സംഭവിക്കുന്നുണ്ട്. ഈ അപജയം സംഭവിക്കുന്ന കാലത്ത് നമുക്ക് ചില ആളുകളെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത് അവർ നമ്മുടെ പൊതുരംഗത്ത് ഉണ്ടാക്കിയ മൂല്യനിഷ്ഠമായ ചില മുദ്രകളെപ്പറ്റി ഓർമ്മിക്കുന്നതുകൊണ്ടും അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ടും. ഇപ്പോൾ സി എച്ച് ഞാനായിട്ട് എന്താണ് ബന്ധം എന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും. അദ്ദേഹത്തിന് എന്നെക്കാൾ 24 വയസ്സ് മൂപ്പാ. അദ്ദേഹം 1927 ജനിച്ചു, ഞാൻ 1951 ജനിച്ചു. അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് പരിചയപ്പെടുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് മരണം വരെ ഞാനും അദ്ദേഹത്തിനായിട്ട് ബന്ധം ഞാൻ ചുരുക്കി പറയാം. അപ്പോഴാണ് എൻ്റെ ഈ സംസാരത്തിനൊരു ആധികാരികത വരിക. ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മകനായിട്ട് ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ അന്നും ഇന്നും കോൺഗ്രസ്സിനെ എതിർക്കുന്ന ഒരുത്തനാണ്. കോൺഗ്രസിൻ്റെ പത്രമായിരുന്നു മാതൃഭൂമി. അന്ന് അവിടെ ഞാൻ പത്രപ്രവർത്തകനായിരുന്നു. ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ കോൺഗ്രസിൻ്റെ എതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് VM നായർ എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്തത്. അപ്പോൾ ഉണ്ടായൊരു സംഗതി, എൻ്റെ വീട്ടിൽ മാതൃഭൂമി വാങ്ങും. പിന്നെ ലങ്കയിൽ അപ്പേട്ടൻ്റെ വീട്ടിലാണ് കാരശ്ശേരിയിൽ 2 മാതൃഭൂമിയുള്ള ഒരെണ്ണം അവിടെയാണ്. പക്ഷെ നാട്ടിൽ ഞങ്ങളെ മുക്കിലെ പീടികയിൽ അന്ന് എല്ലാവരും പത്രം വായിക്കാൻ അറിഞ്ഞുകൊണ്ട് വായിക്കില്ല, ചർച്ച ചെയ്യുന്ന പത്രം ചന്ദ്രിക. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ വെള്ളം പൊങ്ങി, ഒരാൾ മരിച്ചു, ഒരാൾ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അവിടെ പേപ്പട്ടി ശല്യം ഉണ്ടായി, ഇതൊക്കെ പത്രത്തിലേക്ക് എഴുതി അയക്കണം. അപ്പോൾ അതിൻ്റെ സമ്പ്രദായമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ മിഠായി വാങ്ങാനുള്ള പൈസ കൊണ്ട് 6 രൂപയിലൊക്കെ പഠിക്കുമ്പോൾ ഇത് എഴുതി അയക്കും. എന്നാൽ അത് ചന്ദ്രയിൽ അടിച്ചു ഒരു ഒലെ എന്നതിൻ്റെ അടിയിൽ എഴുതുക, ഒരു ലേഖൻ. അവർക്ക് ഉത്തരവാദിത്തമില്ല. അപ്പോൾ ഇങ്ങനെ കല്യാണം നടന്നു, ഇങ്ങനെ ആൾ മരിച്ചു എന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇത് വേറെ ലോകത്ത് ആർക്കും അറിയില്ല, എനിക്കറിയാം ഇത് ഞാൻ എഴുതിയ സാധനം ഈ വന്നേന്ന്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത്, ചന്ദ്രികയില. പിന്നെ കുറച്ച് മുതിർന്നപ്പോൾ, കാരണം നാട്ടിൽ കാണുന്ന ആളുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മാതൃഭൂമി വീക്കിൽ വരും, അത് ബാപ്പിയും വായിക്കാറില്ല, ഞങ്ങളാരും വായിക്കാറില്ല. ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് അവിടെ ചർച്ച ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ എൻ്റെ പുറംലോകത്തേക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് ചന്ദ്രികയാണ്. എൻ്റെ മാത്രമല്ല ആ നാട്ടിൽ പലരെയും. കാരണം അവിടെ പ്രധാനപ്പെട്ട പാർട്ടി ലീഗാണ്. ഞങ്ങളുടെ കുടുംബമൊക്കെ അന്ന് കോൺഗ്രസ്സുകാരാണ്. പിന്നീടാണ് അവിടെ ഞങ്ങളുടെ കുടുംബത്തിലാണ് എല്ലാ ലീഗുകാരും ഉണ്ടായത്. പിന്നെ അവിടുത്തെ വലിയ നേതാവ് NM ഹുസൈൻ ഞങ്ങളുടെ കുടുംബക്കാരാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലേക്ക് കോളേജ് ചെന്നപ്പോൾ നേരത്തെ ഞാൻ എഴുതി അയച്ചു. ബാലപംക്തിയിൽ എൻ്റെ ചില രചനകളൊക്കെ വന്നിരുന്നു. ഒരിക്കലൊരു കഥ വന്നു, അന്ന് ഞാൻ കഥ എഴുതിയിരുന്നു. അപ്പോൾ ഇത്ര ദയനീയമായിരിക്കും അതിൻ്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ കഥയെ കളിയാക്കിയിട്ട് തപാൽപ്പെട്ടിയിൽ ഒരു കത്ത് വന്നു.
ആ കത്തിൻ്റെ അടിയിലുള്ള ആളുടെ പേര് മുഹമ്മദ് കോയ നടക്കാവുന്ന. അപ്പോൾ എനിക്കിത് എന്നെ കളിയാക്കിയിട്ടാണെങ്കിലും ഒരു സന്തോഷമായി. കാരണം ഞാൻ എഴുതിയ ഒരു കഥയ്ക്ക് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ എൻ്റെ പത്രാധിപർ കാനേഷ് പൂനൂർ എന്നോട് പറഞ്ഞ് ആ കത്ത് എഴുതിയത് CH ആണ്. ഞാനാകെ അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാൽ ഇദ്ദേഹം എന്ന പത്രത്തിൽ ചീഫ് എഡിറ്ററാണ്, വളരെ തിരക്കുള്ള രാഷ്ട്രീയ നേതാവാണ്, അറിയാമല്ലോ, പലതുമാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുക, ഇതിനൊക്കെ കത്തെഴുതുക, കളിയാക്കുക. അപ്പോൾ ഞാൻ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അങ്ങനെ ഞാൻ അദ്ദേഹമുള്ളൊരു ദിവസം ഞാൻ ചെന്ന് പരിചയപ്പെട്ടപ്പോൾ എന്നോട് ചോദിച്ചു, ചെന്നപാട് അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞിങ്ങനെ കാരശ്ശേരി എന്ന് പറഞ്ഞാൽ മുക്കത്തല്ലേ. അപ്പോൾ കാരശ്ശേരിക്കാരനാണല്ലോ NC കോയക്കുട്ടേജ്, അദ്ദേഹത്തെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മൂത്താപ്പയാണ്, പാപ്പയുടെ ജ്യേഷ്ഠനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസം, ഗുരുവായൂർപ്പങ്ങളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മൂത്താപ്പയ്ക്ക് ഞങ്ങളുടെ പാർട്ടിയെ കണ്ടുകൂടാ, വലിയ കോൺഗ്രസ്സുകാരനാണ്, ലീഗ് വിരോധം കടുകട്ടിയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾക്ക് സംഭാവന തരില്ല, പക്ഷേ എനിക്ക് മൂപ്പരോടൊരു ബഹുമാനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ? പറഞ്ഞ് മൂപ്പരുടെ ലീഗ് വിരോധം ഒരു ഇഖ്ലാസുള്ള വിരോധമാണ്, ഞങ്ങൾക്ക് സംഭാവന തരില്ല, പക്ഷേ ഞങ്ങളോട് ഒരു ശുപാർശയും പറയില്ല. അപ്പോഴാണ് ഞാൻ അമ്പരപ്പോടെ ആലോചിച്ചത്, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്ന വീടാണ് അത്. അദ്ദേഹം വലിയ പണക്കാരനാണ്, ഉദാരമായിട്ട് സംഭാവന കൊടുക്കും. ബാഫയ്ക്ക് തങ്ങൾ സ്ഥിരം വരും, അത് ലീഗിൻ്റെ വകയിലല്ല, ജാമിയ നൂരിയ പട്ടിക്കാട് അതിൻ്റെ വകയിലാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാരൊക്കെ വരും. CH ഒരിക്കലും വീട്ടിൽ വന്നിട്ടില്ല. അഹമ്മദ് ഉരുക്കളായിട്ട് മൂപ്പർക്ക് വലിയ ബന്ധമായിരുന്നു. എന്താ കാരണം? അഹമ്മദ് സുന്നിയാണ്. അപ്പോൾ അഹമ്മദ് ഉരുക്കൾ സുഖലാ കിടക്കുമ്പോൾ സ്ഥിരമായിട്ട് അവിടുന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കും. പലപ്പോഴും ഞാനൊക്കെ പോയിട്ടുണ്ട് കാറിൽ തന്നെ. അപ്പോൾ CH എന്നോട് ആദ്യം പറയുന്നൊരു കാര്യം, ആ എതിര് വളരെ ഇഖ്ലാസ് ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ബഹുമാനാണെന്ന്. അതൊരു വലിയ പാടാണ്. നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാം, എതിർപ്പുകൊണ്ട് നിങ്ങൾ ശത്രു ആവണമെന്നില്ല. പിന്നെ എന്നോടൊരു ഉപദേശം തന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലപോലെ പഠിക്കണം, പഠിപ്പ് എഴുത്തിനെ ബാധിക്കരുത്, നല്ലപോലെ എഴുതണം, എഴുത്ത് പഠിപ്പിനെയും ബാധിക്കരുത് എന്ന് പറഞ്ഞു. എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ കൊണ്ടാകുമ്പോൾ ഈ പാഠം ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് പരീക്ഷയൊക്കെ നന്നായിട്ട് ക്ലാസ് റാങ്കൊക്കെ വാങ്ങി ഞാൻ പാസ്സായി. അപ്പോൾ അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. കാരണം എനിക്ക് വളരെ ഇഷ്ടമായി ഇതൊക്കെ, ഈ പെരുമാറ്റവും ഈ വർത്താനം വളരെ തുല്യ നിലയിലാണ്. ഞാനും പറഞ്ഞില്ലേ, എൻ്റെ വാപ്പയാൻ വയസ്സുണ്ട്, 24 വയസ്സ് മൂത്ത ഒരാളാണ് ഞാൻ. അന്നും ഇന്നും ആരുമല്ല, അദ്ദേഹത്തിന് എന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നീട് ഞങ്ങൾ തമ്മിലൊരു വ്യക്തിബന്ധം ഉണ്ടായപ്പോൾ ചന്ദ്രികയിലെ പല കാര്യങ്ങളും അദ്ദേഹം ശുപാർശ പറയാൻ ചന്ദ്രികക്കാരെ എന്നെ ഏൽപ്പിക്കും. ഞാൻ പോയി പറയും. പിന്നെ ഞാൻ എന്തും പറയും, ഞാൻ എതിർത്ത് പറയും. അതൊന്നും അദ്ദേഹം അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ CHന് എതിര് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആരോടും. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലായിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്, 1979 കേരള നിയമസഭയിൽ CH മുഹമ്മദ് കോയ അടക്കം 11 പേര് മുസ്ലിം ലീഗിനുള്ളപ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. ഒരു ചെറിയ കാര്യമല്ല. കേരള ചരിത്രത്തിലെ ആദ്യത്തെയും ഇപ്പോൾ ഇതുവരെ വെച്ചിട്ട് അവസാനത്തെയും മുസ്ലിം ആയ ഒരു മുഖ്യമന്ത്രി അദ്ദേഹമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇമേജ്, പ്രതിച്ഛായ, അത് പാർട്ടിക്ക് പുറത്ത്, സമുദായത്തിന് പുറത്ത്, പ്രദേശത്തിന് പുറത്ത് വളരെയധികം ആളുകൾ അദ്ദേഹത്തെ ഈ പാർട്ടിയോ മുന്നണിയോ മലബാറോ ഒന്നും നോക്കാതെ ബഹുമാനിച്ചിരുന്നു. ഇതിൻ്റെ കാര്യം എന്താണ് എന്ന് നിരന്തരം ആലോചിക്കുന്നൊരു പണി ഞാൻ എടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധം വന്നതെന്ന് വെച്ചാൽ, ഞാൻ MA കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നത് പാർസൽ കമ്പനിയിലാണ്. എൻ്റെ അളിയൻ പരീക്കുട്ടിയാജിയുടെ അവിടെ, പരീക്കുട്ടിയുടെ തൊട്ട അയൽവക്കത്താണ് അദ്ദേഹം. അപ്പോൾ CH അവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ പോകും. പിന്നെ ഡോക്ടർ NA കരീം കാലിക്കറ്റിൽ ഒരു വലിയ കൂട്ടുകാരാണ്. NA കരീം എന്ന് പറഞ്ഞത് സി സാഹിബിൻ്റെ മച്ചുവനാണ്. ചന്ദ്രയിൽ CHൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് കരീം. അദ്ദേഹം
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡീനായിരുന്നു 4 കൊല്ലം. അപ്പോൾ ഞാനും അദ്ദേഹമായിട്ട് എപ്പോഴും വളരെ ബന്ധമാണ്. അങ്ങനെ കരീം എപ്പോൾ സീസണിൽ പോകുമ്പോഴും എന്നെ കൂട്ടിയിട്ട് പോകും. അങ്ങനെ വ്യക്തിബന്ധം മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അദ്ദേഹം എപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെയധികം എൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആദി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തു എന്ന് ചെന്ന് പറഞ്ഞു. അപ്പോൾ കരീം സാറിൻ്റെ എൻ്റെ കൂടെ എന്നെ കരീം വന്ന് പ്രോ വൈസ് ചാൻസലറാണ്. CH ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു. എന്താണ് കരീം ഈ കേൾക്കുന്നത്? കാരശ്ശേരി പത്രപ്രവർത്തകനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അയാൾ ചന്ദ്രികയിൽ അപ്പോയിൻ്റ് ചെയ്യായിരുന്നല്ലോ. എന്താ അത്? അയാൾ PhD എടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറാവേണ്ട ആളല്ലേ, ചെന്ന് പത്രപ്രവർത്തകനാവുകയാണ്. അപ്പോൾ ആകെ കരീം സാറും വിഷമിച്ചു, ഞാനും വിഷമിച്ചു. ഇപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കരീം സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ CH 2 കൊല്ലം കാരശ്ശേരി അവിടെ ഇരിക്കട്ടെ, അതൊരു നല്ല ട്രെയിനിങ്ങാണ് മാതൃഭൂമിയിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഈ 2 ആളുടെയും നാക്ക് പൊന്നായി. എന്താണെന്ന് വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് PSC കിട്ടി. ഞാൻ അവിടുത്തെ രാജിവെച്ചു, കോളേജിൽ ചേർന്നു. പിന്നെ എൻ്റെ മാപ്പിളപ്പാട്ടിന് വേണ്ടി റിസർച്ച് തുടർന്നു. പിന്നെ എനിക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലി കിട്ടി. അപ്പോഴേക്ക് CH മരിച്ചു 3 കൊല്ലം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു എന്നെനിക്ക് CHനോട് പറയാൻ പറ്റിയില്ല. ഈ തരത്തിൽ അദ്ദേഹം ആണ് വലിയ പ്രശ്നം. ഓരോ ആളെയും വളരെ വ്യക്തിപരമായി ശ്രദ്ധിക്കും. അതുകൊണ്ട് ആ ശ്രദ്ധ അദ്ദേഹത്തിന് എല്ലാ സംസ്കാരത്തോടുണ്ട്, വ്യക്തികളോടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ വരുന്ന ആരോടുണ്ട്. ഒന്ന് വലിയ മനസ്സായതുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ CHനിപ്പം മറ്റ് മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ എന്താ വ്യത്യാസം? അത് കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ പറഞ്ഞാൽ അവിടെ ആർക്കും മനസ്സിലാവില്ല. ഈ മുസ്ലിം ലീഗ് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു മത പാർട്ടി അല്ല, അതൊരു സമുദായ സംഘടനയാണ്, സമുദായ പാർട്ടിയാണ്. മതമല്ല അതിൻ്റെ വിഷയം സമുദായമാണ്. അത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ആൾക്ക് മാറി മാറി പറയും. അവർ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും എന്നെ മാറി മാറി പറയും. ഇത് തിരിയണ്ടേ ഈ പറയുന്നത് എന്താ? ഞാൻ തെളിവ് പറയാം. ഞാൻ പലപ്പോഴും മുസ്ലിം ലീഗിനെ പറ്റി CHനോട് തർക്കിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും തർക്കിച്ചൊരു കാര്യം ആണ്, CHന് വലിയ കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനാണ്. ഈ വികസനം അല്ലെ ജീവകാരുണ്യ പ്രവർത്തനം ഇതൊക്കെ വേണ്ടതാണ്. ഇതൊന്നും അല്ല രാഷ്ട്രീയം. അതിൻ്റെ പല ഘടകങ്ങളിൽ ഒരു ചെറിയ കാര്യം മാത്രമാണ് അത്. വികസനം എന്ന് പറയുന്നത് എന്തോ കേരളത്തിൽ ഇപ്പോൾ ചർച്ച വികസനം വികസനം വികസനം. നിങ്ങൾ എന്ത് വികസനം കൊണ്ടുവന്നു? ഇത് എല്ലാ ഏകാധിപതികളും എല്ലാ സർവാധിപതികളും ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും അടക്കമുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. വികസനം കൊണ്ടുവന്നിട്ടില്ലേ സർ CP രാമസ്വാമി, തിരുവിതാംകൂറിലെ ഏറ്റവും കുപ്രസിദ്ധനായ ദിവാൻ, പ്രധാനമന്ത്രി. വികസനത്തിനൊരു പ്രശ്നമില്ല, അതിനാരും എതിരില്ല. പക്ഷേ സാമൂഹ്യനീതി അതിനേക്കാൾ പ്രധാനം. ഞാൻ ഉദാഹരണം പറയാം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല ഗേറ്റ് ഉണ്ട്, എല്ലാം വളരെ ഉഷാറാണ്. അപ്പോൾ നല്ല വികസനമുണ്ട്. ഞാൻ അതിൻ്റെ മുന്നിലൂടെ മിക്ക ദിവസവും യാത്ര പോകുന്നിടത്താണ്. പക്ഷെ അവിടെയാണ് ഹർഷിന എന്ന് പറഞ്ഞൊരു വീട്ടമ്മ ഓപ്പറേഷനിൽ കിടന്നപ്പോൾ കത്രിക വയറിനകത്ത് വെച്ച് തുന്നിപ്പോയി. 9ാമത്തെ മാസം കഠിനമായ വേദന വന്നിട്ടാണ് ഈ കാര്യം മനസ്സിലാവുന്നത്. ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. പിന്നെ ആ ബിൽഡിംഗ് കൊണ്ട് എന്താ കാര്യം? ആലോചിച്ചാൽ മതി. സാമൂഹ്യ നീതിയാണ് പ്രധാനം. ജീവകാരുണ്യം വേണം. അപ്പോൾ ഈ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ എന്താണ് വേണ്ടത് എന്നൊരു കാഴ്ചപ്പാടുണ്ടാവണം. അത് ഏറ്റവും അധികം മുസ്ലിം ലീഗിൽ ആലോചിച്ചിരുന്നത് 1 KM സിദി സാഹിബും 2 CHുമാണ്. CH അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ പത്രപ്രവർത്തകരുടെ ഗുരു എന്നൊക്കെ പല ആളുടെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണക്കിന് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ വകയിൽ വന്ന പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ, വളരെ കാഴ്ചപ്പാടോട് പ്രവർത്തിച്ച ആളുകൾ ഈ 2 പേരാണ്. അത് നോക്കിയാൽ അറിയാം. സാഹിബിൻ്റെ പിന്നാലെ എങ്ങനെ വരികയാണ് CH. അപ്പോൾ
ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടത് എന്താണ്? അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, മുസ്ലിമീങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഞാൻ ചോദിച്ചു പിന്നെന്താ? ഞങ്ങളൊരു ചെറിയ കാര്യമാണ് പറയുന്നത്, മുസ്ലിങ്ങളായി പോയതിൻ്റെ പേരിൽ അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് നിഷേധിക്കരുത്, ഇത്രയേ ഉള്ളൂ കാര്യം. ഞങ്ങൾക്കൂടി പറയാം, മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയില്ല. മുസ്ലിങ്ങളായി പോയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് അർഹതപ്പെട്ടത് കിട്ടാതെ പോകരുത്. കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഭാഷക്കാരെയോ നിങ്ങളുടെ ജാതിക്കാരെയോ നിങ്ങളുടെ മതക്കാരെയോ നിങ്ങളുടെ പ്രദേശക്കാരെയോ സ്നേഹിക്കുന്നതിൻ്റെ പേര് വർഗീയത എന്നല്ല. നിങ്ങൾ എന്തിൻ്റെയെങ്കിലും പേരിൽ വേറെ ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ വെറുക്കുന്നതിൻ്റെ പേരാ വർഗീയത. വലിയ വ്യത്യാസം അത്, വളരെ വ്യത്യാസം അത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വെറുപ്പുണ്ടോ? വെറുപ്പുണ്ട് വേറെ മനസ്സിലാവും. CH അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. CH അങ്ങനെ യാതൊരു വെറുപ്പ് ആരോടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലോ പ്രവർത്തനത്തിലോ ഒന്നുമില്ല, എവിടെയില്ല. പിന്നെ പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ആയ ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങളുണ്ട്, അതിന് അർഹതപ്പെട്ടത് അത് നിഷേധിക്കരുത്, ഇത്രയേ ഉള്ളൂ. അത് വേറൊരുത്തന്നെ നിഷേധിക്കില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സീതി സാഹിബും CH ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സാധനം ആധുനിക മതേതര വിദ്യാഭ്യാസം. അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണക്കാരാരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പൗരോഹിത്യമാണെന്ന്. തെളിവ് വേണം, തെളിവ് ഞാൻ തരാം. ഇംഗ്ലീഷ് പഠിക്കരുതെന്ന് പറഞ്ഞാൽ ആരാ? പുരോഹിതന്മാരാ. ഇംഗ്ലീഷ് പഠിക്കരുത്, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്, ഇംഗ്ലീഷ് ഇബിലീസിൻ്റെ ഭാഷയാണ്, അത് പഠിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തിനാ? അത് പറയുന്നത് ഇംഗ്ലീഷ് പഠിച്ചു ആധുനികത വന്നു കഴിഞ്ഞാൽ പൗരോഹിത്യത്തിന് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് പഠിക്കാനാണ് വേണ്ടത്, ഇംഗ്ലീഷുകാരെ എതിർക്കാൻ അല്ലേ? ഗാന്ധി ഇംഗ്ലീഷ് പഠിച്ചു, നെഹ്റു ഇംഗ്ലീഷ് പഠിച്ചു, പട്ടേൽ ഇംഗ്ലീഷ് പഠിച്ചു, ജിന്ന ഇംഗ്ലീഷ് പഠിച്ചു. എവിടെ പഠിച്ചു? ഈ പറഞ്ഞ 4 ആളും അവിടെ പോയി പഠിച്ചു. എവിടെ? ഇങ്ങോട്ട് പോയി പഠിച്ചു. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് കാര്യമായിട്ട് പഠിച്ച ഒരുത്തൻ്റെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നാണ്. അദ്ദേഹമാണ് ഇംഗ്ലീഷുകാരെ എതിർക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കരുത്, മലയാളം പഠിക്കരുത്. ഇപ്പോൾ 1934 സീതി സാഹിബ് നേരിട്ട ഒരു പ്രശ്നം, പത്രം തുടങ്ങുമ്പോൾ പത്രം വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ഫത്വ വരിക. ഇത് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കേണ്ട. MC വടകര എഴുതിയ CHൻ്റെ രാഷ്ട്രീയ വിരുദ്ധമുള്ള പുസ്തകത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്, പത്രം വായിക്കരുത് കണ്ടോ. സനാഉല്ലാ മക്തിത്തങ്ങൾ എന്നുള്ളൊരു പേര് നമ്മൾ കേട്ടിരിക്കേണ്ടത്, എല്ലാ കേരളീയരും കേട്ടിരിക്കേണ്ടത്. കാരണം മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള ആദ്യത്തെ പരിഷ്കർത്താവാണ് അദ്ദേഹം. 1847 ജനിച്ചു, 1912 മരിച്ചുപോയി. CH ജനിക്കുന്നതിൻ്റെയും 15 മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പണി, നിങ്ങൾ ഇംഗ്ലീഷും മലയാളം പഠിക്കണം എന്ന് പറയാറ്. നല്ല പറച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഞാൻ പറയാം. നിങ്ങൾ മലയാളിയാണെങ്കിൽ യഥാർത്ഥ മുസൽമാനാവാൻ പഠിക്കേണ്ടത് അറബിയല്ല, മലയാളമാണ്. അതേ അറബിയും ഇംഗ്ലീഷും പേർഷ്യനും ഉറുദു ഒക്കെ പഠിച്ച ആളാണ്, മഹാപണ്ഡിതൻ. അദ്ദേഹം ഇംഗ്ലീഷിന് വേണ്ടി സംസാരിക്കും. ഇംഗ്ലീഷുകാരോട് അവരുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ രാജിവെച്ച് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ആളാണ് ഈ സനാഉല്ലാ മക്തിത്തങ്ങൾ. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ഇദ്ദേഹത്തെ കളിയാക്കിയിട്ട്, അപ്പോൾ ഇദ്ദേഹത്തിന് സ്ഥിതി എന്താണെന്നറിയോ? ഇദ്ദേഹം പൈസ കൊടുത്താൽ എവിടുന്നും ചോറും ചായയും കിട്ടില്ല. കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഉണ്ട്, മലയാളത്തിലെ ആദ്യകാല ആത്മകഥകളിലൊന്നാണ് മക്തി മനക്ലേശ് എന്നതിൻ്റെ പേര്. അതിൽ പറയുന്നുണ്ട്, കൊച്ചിയിലൊരു പട്ടരാണ് അദ്ദേഹത്തിന് ചോറ് കൊടുത്തിരുന്നത്. പൈസ കൊടുത്താലും കൊടുക്കാൻ ആളില്ല. കാരണം മുസ്ലിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എതിരെ. എന്താ കാരണം? ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞു. അറബി പഠിക്കുകയല്ല വേണ്ടത്, മലയാളം പഠിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ ഒരു പള്ളിയിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളെ. അപ്പോൾ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്രത്തിലൊക്കെ എഴുതും, എന്താണ്, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ മുസ്ലിങ്ങളില്ലേ, അവരെന്ത് ചെയ്യും? അവരുടെ മാതൃഭാഷ ആരുടെ? ഇബ്ലീസിൻ്റെ ഭാഷയാണ്. അവർ ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, തങ്ങളെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ചോദിച്ചു. കളിയാക്കാൻ ചോദിച്ചാന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീയൊക്കെ പഠിക്കാൻ നല്ല, എന്താ നരകത്തിൽ കിടക്കുമ്പോൾ അവിടുത്തെ മലക്കിനോട് കുറച്ച് വെള്ളം ചോദിക്കുക, ഇംഗ്ലീഷ് പഠിച്ചോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വലിയ മോഹങ്ങളിലൊന്ന് ഖുർആൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തണമെന്നായിരുന്നു. നടന്നില്ല.
അദ്ദേഹത്തിന് വേറൊരു മോഹം ഉണ്ടായിരുന്നു, മുഹമ്മദ് നബിയുടെ ജീവചരിത്രം മലയാളത്തിൽ അടിക്കണം. എല്ലാവരും എതിരാണ്. അദ്ദേഹം ചെയ്തെന്നറിയാം, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ കൊടുത്തു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നാണയം എനിക്ക് അയച്ചു തരും, ഈ അച്ചടിക്കാനുള്ള പൈസ ആകുമ്പോൾ ഞാൻ അച്ചടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ ആയപ്പോൾ അദ്ദേഹം സംഭാവന നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ആ പുസ്തകം അച്ചടിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരിട്ട് നബി നാണയം. ഇതായിരുന്നു അവിടുത്തെ സ്ഥിതി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ ആധുനിക മതേതര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അടയാളം ഫാറൂഖ് കോളേജാണ്. 1948 ഫാറൂഖ് കോളേജ് വരുന്നത്. ആ ഫാറൂഖ് കോളേജിൻ്റെ സ്ഥാപക സെക്രട്ടറിയുടെ പേര് KM സീതി സാഹിബ് എന്നാണ്. അന്നും പുരോഹിതന്മാരെതിരാണ് അതിന്. ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങിയത്. എന്നിട്ട് നിങ്ങളറിയോ, 9ാമത്തെ കൊല്ലമാണ് ഒരു പെൺകുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്, KA ജലീൽ പ്രിൻസിപ്പലായപ്പോൾ. എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഇവിടെ എണ്ണത്തിൽ കുറവാണെങ്കിലും സ്ത്രീകളുണ്ടെന്നുള്ളത്. CH എന്നോട് പറഞ്ഞൊരു കഥ, സീതി സാഹിബ് പറയാണ്, ചന്ദ്രയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 46 ചന്ദ്രിക കോഴിക്കോട് വണ്ടൂർ ഭാഗത്തൂടെ നടന്നു വരുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. സ്കൂൾ വിട്ടപ്പോൾ മഴ കൊള്ളുന്നില്ലെന്ന് പേടിച്ചിട്ട് സ്ലേറ്റും ബുക്കൊക്കെ അടക്കി പിടിച്ച് പെൺകുട്ടികൾ ഓടുന്നത് കണ്ടപ്പോൾ CHനോട് സീതി സാഹിബ് പറഞ്ഞു, CH എന്നോട് പറഞ്ഞാണ്. ഞാനത് കണ്ട് കരഞ്ഞു പോയി. കാരണം മുസ്ലിം പെൺകുട്ടി സ്കൂളിൽ പോകുന്നു. CH 57 അദ്ദേഹം നിയമസഭയിൽ വരുമ്പോൾ നടത്തുന്ന ഒരു ആദ്യത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ വാക്യം ഞാൻ പറയാം. ഞങ്ങൾ ഈ സഭയിൽ 8 പേരുണ്ട്. ഞങ്ങൾ അപ്രാപ്തന്മാരാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം. ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് നിങ്ങൾ കേൾക്കുകയില്ല. ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് നിങ്ങൾ കേൾക്കുകയില്ല. സത്യമായിരുന്നു. അവരാരും പറ്റി ഞങ്ങളങ്ങനെ കേട്ടിട്ടില്ല. ബാക്കി നിങ്ങൾ ആലോചിക്കും. അദ്ദേഹം മരിക്കുമ്പോഴൊരു സ്ഥിതി, മാതൃഭൂമിയിൽ വാർത്ത വരികയാണ്, CHൻ്റെ ക്രസൻറ്റ് ഹൗസ്, അദ്ദേഹം വീടിന് പറ്റിയ ക്രസൻറ്റ് ഹൗസ് എന്നാണ്. അപ്പോൾ CH എന്നാവും അതിൻ്റെ ഷോർട്ട് ഫോം. നടക്കാവില്ലേ? അത് ജപ്തി ചെയ്യാൻ പോവാണ് എന്ന് മാതൃഭൂമിയിൽ വാർത്ത വന്നു. വാർത്ത വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോഴിക്കോട്ടൊക്കെ പ്രത്യേകിച്ച് വലിയ ബഹളം. എന്താ, മുസ്ലിം സമുദായത്തെ അവമാനിക്കാൻ വേണ്ടി മാതൃഭൂമി ഉണ്ടാക്കിയ കള്ളക്കഥയാണ്. കാരണം ഇതിന് മറുപടി വരേണ്ട മുനീർ അവിടെ പഠിക്കുക ബാംഗ്ലൂർ. അപ്പം ബാംഗ്ലൂർ മാതൃഭൂമി ലേഖൻ ചെന്ന് മുനീറിനോട് ചോദിച്ചു. മുനീർ പറഞ്ഞു സത്യമാണ്. എന്നിട്ടാണ് മാതൃഭൂമി രക്ഷപ്പെട്ട്. പക്ഷേ ആ വാർത്ത വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി, എന്ത്, CH ഒരു നയാ പൈസ ഉണ്ടാക്കിയിട്ടില്ല. കേരള മന്ത്രിസഭ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു അലവൻസ് അനുവദിച്ചു, 250 രൂപ. മകന് പഠിക്കാൻ, മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെ പറ്റി ഈ പറയുന്നത്. പിന്നെ മകന് മാസം 200 രൂപ അനുവദിച്ചു. നിങ്ങളറിയോ, മുനീർ ഒരിക്കലും സ്കൂട്ടർ ഓടിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയാം? മുനീറിന് വലിയ മോഹമായിരുന്നു സ്കൂട്ടർ വേണം. അയാൾ പഠിക്കാൻ കുട്ടിയാണ്. CHൻ്റെ ഇത് 10 പൈസയില്ല. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുനീർ ഇത് പറഞ്ഞു. അപ്പോൾ CH പറഞ്ഞു നമുക്ക് നോക്കാം സൗരം പോലെ, കാരണം ഉപമുഖ്യമന്ത്രിയാണ്. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഹൈദരാബാദിൽ CH മരിക്കുന്നത്. മുനീർ പിന്നും സ്കൂട്ടർ വാങ്ങിയില്ല. ഇങ്ങനെയുണ്ടൊരു മന്ത്രി, ഇങ്ങനെയുണ്ടൊരു ഉപമുഖ്യമന്ത്രി, ഇങ്ങനെയുണ്ടൊരു മുഖ്യമന്ത്രി. 67 സപ്തമുന്നണി, EMS നേതൃത്വത്തിൽ സപ്തമുന്നണി മന്ത്രിസഭ വരികയാണ്. അപ്പോൾ മന്ത്രിസഭയിൽ അവർക്ക് വലിയ പ്രശ്നമാണ്. എന്താ അത്, മുസ്ലിം ലീഗ് എന്താ ചോദിക്കുക? 60 കോലിപ്പി സഖ്യം അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. സീതി സാഹിബ് അവരെ പഴയ നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്. മഹാത്മാഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന ഒരുത്തനാണ് ഈ സീതി സാഹിബ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, സ്പീക്കർ സ്ഥാനം കൊടുത്തു, മന്ത്രിസ്ഥാനം കൊടുത്തില്ല. സീതി സാഹിബ് മരിച്ചപ്പോൾ 61 എൻ്റെ ഓർമ്മ, മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാലേ മുസ്ലിം ലീഗ് മെമ്പർക്ക് സ്പീക്കർ സ്ഥാനം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. പാർട്ടി പറഞ്ഞിട്ട് CH രാജിവെച്ചു, സ്പീക്കറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവരോട് പിരിഞ്ഞപ്പോൾ ഇങ്ങ് പോകുന്നു കഴിഞ്ഞു. അപ്പോൾ ഇവർ മുഴുവൻ ആലോചിച്ചത് ഇവരെന്താ ചോദിക്കാന്ന്.
ധനകാര്യം ചോദിക്കൂ, ആഭ്യന്തരം ചോദിക്കൂ. അപ്പോൾ ആഭ്യന്തരം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല, ധനകാര്യം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല, പൊതുമരാമത്ത് വകുപ്പ് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. CH ചോദിച്ചത് വിദ്യാഭ്യാസവും പഞ്ചായത്തുമാണ്. വിദ്യാഭ്യാസവും പഞ്ചായത്ത് മന്ത്രിയായിട്ട് അഹമ്മദ് കുരുക്കൾ, വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് CH. മറ്റൊരു വിചാരിച്ചതിന് അപ്പുറത്താണ്. CH എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്നോട് 2-3 വട്ടം പറഞ്ഞിട്ടുണ്ട്, MSFലെ കുട്ടികൾ ഒരിക്കലും സമരം ചെയ്യാൻ പാടില്ല. ഞാൻ ചാന്താ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പല കാരണം കൊണ്ട് പിന്നാക്കം പോയ സമുദായം അത്. ഇവർക്കൊരു പഠിപ്പുമുടക്ക് സമരം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അന്ന് MSF ഒരിക്കലും കേട്ടിട്ടില്ല കേട്ടോ. അത് സി സാഹിബ് പറഞ്ഞാണ്. CHനെ പഠിപ്പിച്ചത് സി സാഹിബ്. എന്താ എതിരുണ്ടോ? അല്ല, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരല്ലേ? പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ്, ഞാൻ പറയാം. അപ്പോൾ ഇത് വലിയ അല്ല, ഒന്നും വേണ്ട. അല്ല, റെക്കോർഡിങ്ങിൽ ഈ കരകരയും കൂടി വരൂലേ? എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മറന്നുപോയി. അപ്പോൾ അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും ഏതവസരത്തിലും അത് പരിഷ്കരണത്തിൻ്റെ, സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നാരായണ ഗുരു അത് പറയും, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അയ്യങ്കാളിയെ കണ്ട് ചോദിക്കുന്നുണ്ട് ഗാന്ധി, അങ്ങേക്ക് എന്താ വേണ്ടത്? അയ്യങ്കാളി പറഞ്ഞു, ഞാൻ മരിക്കുന്നതിന് മുമ്പേ എൻ്റെ സമുദായത്തിൽ 10 BA-ക്കാരുണ്ടായി കണ്ടാൽ മതി. അത് കണ്ടിട്ടാണ് ഭാഗ്യവശാൽ അയ്യങ്കാളി മരിച്ചത്. ഖുർആനിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എനിക്ക് സ്വത്തുണ്ടാക്കി തരണേന്നല്ല. എന്താ പറഞ്ഞേ? എനിക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരണമേന്ന്. റബ്ബി സിദ്നി ഇൽമൻ എന്നാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കിയാണോ ആൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ, എനിക്കറിയില്ല എന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ മതി, ഞാൻ അറിയേണ്ട ആവശ്യമില്ല. ഇത് വലിയൊരു, അതായത് മുസ്ലിം സമൂഹം ഇന്ന്, കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹത്തെക്കാൾ മുന്നിലാണ്. ഇപ്പോൾ ഇവിടുത്തെ മഹാരാഷ്ട്രയിൽ, ഉദാഹരണം മഹാരാഷ്ട്രയിൽ ഷിയ മുസ്ലിങ്ങളുണ്ട്. അവരൊക്കെ വലിയ പണക്കാരും, ടെക്സ്റ്റൈൽ രംഗത്ത്, വസ്ത്രവ്യാപാര രംഗത്ത് വലിയ മിടുക്കന്മാരും. കേരളത്തിൽ പൊതുധാരയിൽ, മുഖ്യധാരയിൽ എന്നും മുസ്ലിങ്ങളുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി CH ആണ്. അതിലേക്ക് വഴി തെളിയിച്ച ആൾ സി സാഹിബാണ്. അതെന്താന്ന് ഞാൻ പറയാം. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കേരളത്തിൽ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ആദിവാസിക്കും ഒക്കെ ഒരു ഭാഷയുള്ളൂ, മലയാളം മാത്രം. അനവധി തവണ വിദ്യാഭ്യാസം അദ്ദേഹം ആ മന്ത്രിസ്ഥാനം ഏറ്റു, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ഏറ്റു. അതിൽ CH വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ മലബാറിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. കാലിക്കറ്റ് സർവകലാശാല, അതെല്ലാവർക്കും ഓർമ്മയുണ്ട്, CH കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് കാലം അലിഗഡിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ട അമ്പരപ്പിക്കുന്നൊരു കാര്യം, ആ ഹോസ്റ്റലിൽ, അതിൻ്റെ ചുറ്റുവട്ടത്ത്, ഗസ്റ്റ് ഹൗസിൽ, അവിടെ ഷംഷാദ് മാർക്കറ്റിൽ ഒക്കെ ഏറ്റവും വരുമാനം കുറഞ്ഞ ജോലി ചെയ്യുന്നൊക്കെ അവിടുത്തെ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഞാൻ അമ്പരന്നു, അവർക്കൊന്നും വിദ്യാഭ്യാസമില്ല. സൈക്കിൾ റിക്ഷ ഓടിക്കുന്നവർ, പിന്നെ ട്രോളി പുള്ളേഴ്സ്, അതുപോലെ എന്താണ് അരിവെപ്പുകാർ, ഇവരൊക്കെ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ് വരുമാനം കുറഞ്ഞ ജോലിയൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ എന്താ, അവിടെ അലിഗഡ് മൂവ്മെൻ്റ് ഉണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ്
പിന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ അവിടുത്തെ അലിഗഡ് ജില്ലയിലെ ഇപ്പോഴും വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുസ്ലിങ്ങളാണ്. അത്ഭുതപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ സ്ഥിതി എത്ര വ്യത്യാസമാണ് ഞാൻ ആലോചിച്ചു. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല വരുമ്പോൾ അതിനെതിരുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തൊരു കാര്യം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി CH ഉണ്ടാക്കിയതാണ്. ആർക്കും അത് ഓർമ്മയില്ല. കാരണം അദ്ദേഹം യാത്ര പോയി വന്നാൽ പുതിയ പല ആശയങ്ങളിട്ട് വരും. അന്ന് ഇവിടുത്തെ വലിയ പണ്ഡിതന്മാർ ചോദിക്കുകയാണ്, എന്തിനാണ് കേരളത്തിന് സാങ്കേതിക സർവകലാശാല, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി? അപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റിയെ CH പഠിച്ചിട്ടുള്ളൂ കേട്ടോ. CH ഡിഗ്രി ഒന്നും പാസ്സായ ആളല്ല. അപ്പോൾ ഈ തരത്തിൽ വളരെ പുതിയ കാര്യങ്ങൾ പുതിയ രീതിയിൽ ആലോചിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ എപ്പോഴും ഈ അദ്ദേഹത്തിന് ഇന്ത്യൻ ദേശീയത, മതേതരത്വം, ജനാധിപത്യം, ഈ ആശയങ്ങൾ വളരെ പുതിയ ആശയങ്ങളത് വളരെ പുതിയ ആശയങ്ങളാണ്. ഇതൊന്നും സാധാരണഗതിയിൽ ഒരു മത പാർട്ടി കൊണ്ടുനടക്കുന്നതാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സിലാവില്ല ഈ 3 ആശയം. എന്താണ് അവർ നിങ്ങളുടെ വ്യത്യാസം? അവർക്ക് വാസ്തവത്തിൽ ദേശീയബോധം എന്നൊരു സാധനമില്ല, ദേശീയതയില്ല. അവരെന്താ പറയുന്നത്? പാൻ ഇസ്ലാമിസം, ആഗോള മുസ്ലിം സമൂഹം എന്നുള്ള. എന്താ അത്? ഇംഗ്ലണ്ടിലെ മുസ്ലിമും ഇന്ത്യയിലെ മുസ്ലിമും ഖത്തറിലെ മുസ്ലിമും അമേരിക്കയിലെ മുസ്ലിമും ഒക്കെ മുസ്ലിം എന്നുള്ള ഇസ്ലാം എന്നുള്ളൊരു സങ്കല്പ രാഷ്ട്രത്തിലെ പൗരന്മാരാണെന്നാണ്. നല്ല കച്ചവടമല്ലേ? കാരണം അള്ളാഹുവിൻ്റെ ഭൂമി അത് നിങ്ങളെങ്ങനെയാ ദേശമായിട്ട് തിരിക്കുക? പിന്നെ അതാണ് ദേശീയതയുടെ ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യ പാക് യുദ്ധം വന്നപ്പോൾ ലോക്സഭയിലുണ്ട് ഖായിദെ മില്ലത്തും CH-ഉം. ഖായിദെ മില്ലത്ത് അന്ന് പറഞ്ഞൊരു കാര്യം, പാകിസ്ഥാനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ ആവശ്യമില്ലാതെ ഞാൻ എൻ്റെ മകനെ അയക്കാമെന്ന്. CH പറഞ്ഞ് ഇതിനേക്കാൾ കടുത്തവാക്കാം. ഇന്ത്യക്കെതിരായിട്ട് പട നയിക്കുന്നത് പാകിസ്ഥാനല്ല, ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭൂമിയായ മക്കയിൽ നിന്നാണ് ആ സൈന്യം വരുന്നതെങ്കിൽ അതിനെതിരായിട്ട് ഞങ്ങൾ പൊരുതുന്നു. ഇതാ ദേശീയബോധം എന്ന് പറഞ്ഞ സാധനം. ഇദ്ദേഹത്തിന് ഈ ദേശീയബോധം, ഞാൻ അനേകം കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ഞങ്ങൾ വളരെ കോരിത്തരിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യ പാക് യുദ്ധം വരുമ്പോൾ പാകിസ്ഥാനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന മാത്രമല്ല, ഇസ്മായിൽ സാഹിബ് അത്രേ പറഞ്ഞുള്ളൂ. CH പറഞ്ഞു മക്കയിൽ നിന്ന് ആ സൈന്യം വരട്ടെ. അപ്പോൾ ഞാനിവിടെ ഈ ദേശീയ പതാക പാർന്ന് കാണുമ്പോൾ ഞാൻ അത് ആലോചിക്കായിരുന്നു. CH ഇതുപോലെ എപ്പോഴും CH 1970 ആഭ്യന്തരമന്ത്രിയായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുസ്ലിമേ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഉണ്ടായത് എന്താണെന്നറിയാം? തിരൂരിൽ ഒരു കൊലപാതകം ഉണ്ടായി. ആ കൊലപാതകത്തിലെ പ്രതി മുസ്ലിം ലീഗുകാരനാണ്. കാരണം ഇവർക്ക് തലയ്ക്ക് പിടിച്ചു. CH ആഭ്യന്തരമന്ത്രിയല്ലേ. CHൻ്റെ അന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗുകാരൻ്റെ കസേല ഒരു പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടില്ല, അതുള്ളത് ലീഗ് ഓഫീസിലാണ്, അവിടെ പോയിരുന്നാൽ മതി, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഈ സ്വജനപക്ഷപാതം എന്നൊരു സംഗതി അദ്ദേഹം അനുവദിക്കില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ നിങ്ങളിത് കമ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ട് അവർക്ക് കോടതിയിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്ന ആലോചിച്ചു. ഇപ്പോൾ ഈ 21ാം നൂറ്റാണ്ടിൽ ഇത്ര അത് അവരൊന്നിച്ച് പോലീസുകാരെ കൂടി മദ്യപിക്കുന്നതും ഇപ്പോഴും അവരെ വിടാതിരിക്കാൻ, അവരെ വീട്ടിൽ പറഞ്ഞേക്കാൻ, അവർ വരുമ്പോൾ കല്യാണം നടത്താൻ പാർട്ടി, അത് കൂടുതൽ ഒരാൾ മരിക്കും അയാളെ മഹാത്മാവായിട്ട് കെട്ടി എഴുന്നേക്കാനുള്ള പാർട്ടി. ഒരു മുസ്ലിം ലീഗുകാരനും ആ തരത്തിലൊരു ആരോപണം കേട്ടിട്ടില്ല. എന്ത്? പോലീസിനെ സ്വാധീനിച്ചു. CH ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, 70 ഫെബ്രുവരി 18 വർഗീസിനെ വെടിവെച്ച് കൊന്ന്. ഇത് വർഗീസ്, നക്സൽ വർഗീസ്. അന്നാരാ ആഭ്യന്തരമന്ത്രി? CH. ഒരു പത്രവും ഞാൻ കണ്ടിട്ടില്ല CHനെ അതിൽ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചിട്ട്. അന്നും പറഞ്ഞത് കരുണാകരനാണ് ചെയ്തതെന്ന്. കരുണാകരൻ അന്ന് മിനിസ്ട്രിയിലില്ല. കരുണാകരൻ ആഭ്യന്തരമന്ത്രി CH ആണ്. അപ്പോൾ അതാണ് കാരണം.
ഇദ്ദേഹം ആ തരത്തിലൊരു അന്യായം ചെയ്യും എന്ന് അവിടെ സാമാന്യമായിട്ട് ആരും വിചാരിക്കുന്നില്ല. ഇന്നിപ്പോൾ വർഗീസിനെ സംബന്ധിച്ച് എത്ര ഇതുണ്ട് അറിയില്ല. പിന്നെ 1970 തന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു വധശ്രമം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഒരു ലീഗ് നേതാവിനെതിരായിട്ടാണ് വധശ്രമം നടന്നത് ഞാൻ കണ്ടത് എൻ്റെ ഓർമ്മയിലുള്ളത് CH. അത് തലശ്ശേരിയിൽ നിന്നാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുകയാണ്. നല്ല ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ രീതി. അപ്പോൾ ഒരാൾ വന്നപ്പോൾ പോലീസുകാർക്ക് ഒരു സംശയം തോന്നി, ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ശരിയല്ലല്ലോ, പന്തിയല്ലോ. അപ്പോൾ എന്താ വന്നെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ മിനിസ്റ്റർക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ വന്നതാണ്. എന്താ മെമ്മോറാണ്ടം? അത് തുന്നൽ ടീച്ചർമാരുടെ ഒരു പ്രശ്നത്തെ പറ്റിയാണ്. അപ്പോൾ ഇവർ ചെന്ന് പറഞ്ഞു, അപ്പോൾ അയാളെ കടത്തി വിടും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കടക്കാൻ നേരത്ത് വാതിലെടുത്തെത്തിയപ്പോൾ ഗൺമേൻ ഒരു സംശയം, വെറുതെ ഒരു തോന്നല്. അപ്പോൾ അയാളുടെ ദേഹം പരിശോധിക്കാൻ CH പറ്റില്ല. അയാളൊരു പൊതുപ്രവർത്തകനല്ലേ, അയാളുടെ ദേഹം പരിശോധിക്കാൻ പറ്റില്ല. വന്ന് ഇയാൾ മെമ്മോറാണ്ടം എടുക്കുകയാണെന്നുള്ള ഭാഗത്തിൽ ആസിഡ് ബൾബ് എടുത്തിട്ട് എറിഞ്ഞു. അപ്പോഴേക്ക് ഗൺമേൻ കണ്ടുകൊണ്ട് അത് തട്ടിയപ്പോൾ അത് മേശപ്പുറത്ത് വീണ് പൊട്ടി CHൻ്റെ ചെറിയ പരിക്ക് മുഖത്ത് കൊണ്ട്. CH ആദ്യം പറഞ്ഞത്, ഈ വകയിൽ ഒരു സമരവും ഒരു ഹർത്താലും ഒരു കുഴപ്പവും ആരും ഉണ്ടാക്കരുത്. അങ്ങനെ വേറൊരാൾ പിന്നെ പറഞ്ഞ് ഉമ്മൻചാണ്ടിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇപ്പം നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് ഈ കഥ അവിടെ തീർന്നില്ല. അപ്പം CHന് വലിയ പരിക്കൊന്നും പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് 6 മാസത്തെ ശിക്ഷയാണ് കോടതി കൊടുത്തത്. ഈ ശിക്ഷ കഴിഞ്ഞിട്ട് ഗംഗാധരമാരാർ CHൻ്റെ വീട്ടിൽ ചെന്നു, ബെല്ലടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആമിനാന്ന്. അവർ വാതിൽ തുറന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, മിനിസ്റ്റർ ഇല്ലേ? ഇല്ല, തിരുവനന്തപുരത്താണ്. എന്താ, ഞാൻ മിനിസ്റ്ററെ കാണാമെന്നാണ്. അപ്പോൾ ആരാണ്, എവിടുന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഗംഗാധരമാരാണ് തലശ്ശേരിയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാകെ പേടിച്ച് പറിച്ചു. അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വാതിലടച്ച്. അപ്പോൾ ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ CHന് ഫോൺ ചെയ്തു. അപ്പോൾ CH ചോദിച്ചു, അവിടെ ഒന്നുമില്ലേ, നീ ചായ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. ഏത് പാർട്ടിയുടെ ഏത് നേതാവ് ചോദിക്കും, നിങ്ങൾ ആലോചിക്കുക. അതായത് തന്നെ ആസിഡ് ബൾബ് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഒരുത്തൻ തടവ് കഴിഞ്ഞ് അദ്ദേഹം, ഞാൻ എന്താണെന്ന് അറിഞ്ഞൂടാ, ഗംഗാരമാരർ പിന്നെ വളരെ അദ്ദേഹം PR കുറുപ്പിനെ നിലന്തല്ലി കൊണ്ട് അടിച്ച് ബോധം കെടുത്തിയ വകയിൽ 6 കൊല്ലം ജയിലിൽ കിടന്ന ആളാണ്. പോലീസുകാർക്ക് അത് ഏതാണ്ട് ഒരു സംശയം വന്നിട്ടാണ് പരിശോധിക്കാൻ പറഞ്ഞത്. CH സമ്മതിച്ചില്ല. അപ്പോൾ ഈ അളവിൽ അദ്ദേഹത്തിന് ഒരു മറുപക്ഷത്തുള്ള ഒരാളെ, തൻ്റെ കൂടെ അല്ലാത്ത ഒരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി അന്ന് ആ കക്ഷിക്കെതിരായിട്ടൊരു പരാതി കൊടുക്കാഞ്ഞിട്ട് പിന്നെ അവസാനം അയാൾ CPM ഇയാൾ മാരാരും CPM-കാരനായിരുന്നു കേട്ടോ. ഈ CPM-ൽ DYF-ൽ ചെറുപ്പക്കാരൻ പിന്നെ CPM-ന്ന് രാജിവെച്ച് ഉമ്മൻചാണ്ടിയുടെ മുരീതായി മാറി എന്നാണ് പിൽക്കാല ചരിത്രം. പിന്നെ അയാൾ അവിടെ മത്സരിച്ചു CPM-നെതിരായിട്ട് തലശ്ശേരിയിൽ. COT നസീർ കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ വമ്പത്തരം എന്താ വേണ്ടിയത്? ഗംഗാരമാരാരെ വീടിന് കല്ലെറിയേ, അവിടെ വീടിന് പോയിട്ട് തീ വയ്ക്കുകയാണ് വേണ്ടത് എന്ന് പറയാൻ ആളുണ്ടാവും. അപ്പോൾ CHൻ്റെ ഈ തരത്തിലുള്ള എപ്പോഴും പിന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നേരിടുന്നത് തമാശ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നർമ്മബോധമാണ്. എപ്പോഴും അതെ. സഭയിൽ ഏത് ചോദ്യം വന്നാലും മറുപടി പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് പ്രസിദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സിലബസിനെ പറ്റി വലിയ പരാതി വന്നു. സിലബസ് അത് കടിച്ചാൽ പൊട്ടാത്ത സിലബസാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കടിക്കാനുള്ളതല്ല, പഠിക്കാനുള്ളതാണ്. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, മുസ്ലിങ്ങളെ കളിയാക്കി, മുസ്ലിം ലീഗുകാരെ കളിയാക്കി, ചന്ദ്രികയെ കളിയാക്കി നിരന്തരം തമാശ പറയുന്ന ഒരാളാണ് CH. ചന്ദ്രികയെ കളിയാക്കി പറഞ്ഞൊരു തമാശ ഞാൻ പറയാം. അവിടെ കരീം എന്നൊരു മാനേജറുണ്ട്. അയാൾ എന്നിട്ട് പറഞ്ഞു, കൊയസായി ഈ മാസം ശമ്പളം കൊടുക്കാൻ പൈസയില്ല. എപ്പോഴും ദാരിദ്ര്യമായിരുന്നു, പഴയ കാലമല്ല. അപ്പോൾ CH വല്ലപ്പോഴും സിഗരറ്റ് വലിക്കും, വല്ലപ്പോഴും. അപ്പോൾ അവിടെ ആ വാതിലെടുത്ത് ഇങ്ങനെ ഒരു സിഗരറ്റ് വലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോരു
കുരുട്ടാലോചിച്ച് നിൽക്കുക, തമാശ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞു, കോയസാഹിബ്, അവരൊക്കെ കോയസാഹിബ് എന്ന് വിളിക്കും, പൈസ ഇല്ല. അപ്പോൾ സി എച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങളെ ആ ചുമരുമ്പോൾ കാണുന്നല്ലേ, അത് എഴുതിയിട്ട് ഒരു കടലാസ് എഴുതിയിട്ട് എല്ലാവർക്കും കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ചുമര് ചർച്ചിൻ്റെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ചുമര, അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. പിന്നെ ലീഗുകാരെ കളിയാക്കിയിട്ട് എത്രയെങ്കിലും, അപ്പോൾ ഒരിക്കലും പറഞ്ഞ ഒരു ഓർമ്മ എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹം വലിയ ഭക്ഷണപ്രിയനാണ്, വലിയ ഭക്ഷണപ്രിയനാണ്. 56-ാമത്തെ വയസ്സിൽ മരിച്ചു പോയത് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ മധുരം തീറ്റിക്കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കാണാൻ പോയപ്പോൾ ഞാനത് പറഞ്ഞു, വാപ്പയുടെ മാതിരി തന്നെ ഒരു നിയന്ത്രണമില്ല. കാരണം സി എച്ച് നടക്കാൻ പോകണമെന്ന് ഡോക്ടർ പറഞ്ഞു. സി എച്ച് വലിയ വാശി പിടിച്ച് നടക്കാൻ പോകും. അപ്പോൾ ഭാര്യയ്ക്ക് സംശയം, ഇതെന്താ, നോക്കുമ്പോൾ എന്താ ഹോട്ടലിൽ പോയി കഴിക്കാനാണ്. പിന്നെ അത് ഏതളവിൽ എന്തിനെ ഉൾക്കൊണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മമ്മത്തുണ്ടായിരുന്നു. അപ്പം മമ്മത്ത് വരെ കൂടി രാത്രി ഊണ് കഴിക്കുകയാണ്, അല്ല ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, നല്ല മീൻകറി കിട്ടിയാൽ ഇതിൽ നല്ല കോമ്പിനേഷൻ. സി എച്ച് ഞാൻ എപ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. രാത്രി 10 മണി കഴിഞ്ഞു. സി എച്ച് പോയിട്ട് മീൻകറി വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പം ഒക്കെ കഴിഞ്ഞപ്പം ചോദിച്ചു, ഇതെവിടെ നിന്ന് ഈ സമയത്ത് മീൻകറി കിട്ടിയത്? സി എച്ച് ഒന്നുമില്ല, ഞാൻ കള്ള് ഷാപ്പ് പോയി വാങ്ങിച്ചാന്ന് പറഞ്ഞു. രാത്രി 10 മണിക്ക് ഒരു ഇപ്പോൾ നിങ്ങൾ അറിയുമെന്നറിയില്ല, മുണ്ടോൾ അബ്ദുല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോക്ടറായിരുന്നു, ലിബിയയിൽ ഗദ്ദാഫിയുടെ ഒക്കെ സ്റ്റാഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. സി എച്ചിൻ്റെ പ്രിയ സുഹൃത്താണ്, എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സി എച്ച് എന്തും എങ്ങനെയും ഉൾക്കൊള്ളുന്നുള്ളതിൻ്റെ. അപ്പോൾ ഇവർ വലിയ കൂട്ടുകാരാണ്. അപ്പം മുണ്ടോൾ അബ്ദുല്ല ആണെങ്കിൽ ദൈവമോ മതമോ ഒന്നുമില്ല. മുണ്ടോൾ അബ്ദുല്ല ഒരിക്കലും എന്നോട് പറഞ്ഞത്, ഞാനൊരു ഹറാമേ ചെയ്യാൻ ബാക്കിയുള്ളൂ, അതെന്താ, പെരുന്നാളിനന്ന് നോൽപ്പ് വിൽക്കുക, ഇനി അത് നോറ്റ് നോക്കണം, വേറെ എല്ലാ ഹറാമും കഴിഞ്ഞു. നല്ല മിടുക്കനാ, വളരെ സുന്ദരനായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ നടക്കുമ്പോൾ മഗ്‌രിബാങ്ക് കൊടുത്ത്. അപ്പോൾ സി എച്ച് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. നിങ്ങൾ പോയി നിസ്കരിച്ച് വന്നോളിന്ന് പറഞ്ഞു. അപ്പോൾ പട്ടാളപ്പള്ളിൻ്റെ അടുത്താണ്. അപ്പം അബ്ദുല്ല അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സി എച്ച് നിസ്കരിക്കുമ്പോൾ അബ്ദുല്ലയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പോൾ അബ്ദുല്ലയുടെ പട്ടാളപ്പള്ളി കയറി മൂത്രമൊഴിച്ച് ഇവിടെ വന്ന് നിന്നു. അപ്പം സി എച്ച് ഒന്ന് ചോദിച്ചു, നീ നേരമൊക്കെ എന്ത് ചെയ്തു? ഒന്നുമില്ല, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി, എന്നിട്ടോ ഞാൻ പള്ളി കയറി മൂത്രമൊഴിച്ചു. അവിടെ ഉണ്ടായ പള്ളി കയറാത്തൊരുത്തനാണ്. അപ്പം സി എച്ച് പറഞ്ഞു, അബ്ദുല്ല, വേറെ എന്ത് ചെയ്താലും നീ ഇസ്ലാമിൽ നിന്ന് രാജിവെക്കരുത്, എന്ന് വെച്ചാൽ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ നിനക്ക് പള്ളി പോവാം. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ വിഷമിക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെയുള്ള മിക്ക ആളുകളുടെയും ധാരണ അഹമ്മദികളൊക്കെ കാഫിര്യങ്ങളാണ്, ആണല്ലോ, ആവണ്ടേ, ഇവർ അടുപ്പിക്കില്ല. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, 1936 ആൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് സഫറുല്ല ഖാൻ ആയിരുന്നു. മുഹമ്മദ് സഫറുല്ല ഖാൻ അഹമ്മദി. അദ്ദേഹം UN ലോക കോടതി ചെയർമാനായിരുന്നു. വളരെ വലിയ സ്ഥാനങ്ങളൊക്കെ പാകിസ്ഥാനിൽ നേടിയ ആളാണ്. വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് ഇസ്ലാമും മനുഷ്യാവകാശം എന്നുള്ള പുസ്തകം എഴുതി, നല്ല പുസ്തകം. ഈ മുഹമ്മദ് അലി ജിന്ന ഷിയ ആയിരുന്നു എന്ന് എത്ര പേർക്കറിയാം? ഇപ്പോൾ വളരെ ഇതായിട്ട് ഇളക്കും. എന്താണ്, ആ ഷിയാക്കളൊക്കെ കാഫിര്യങ്ങളാണ്. പിന്നെ അഹമ്മദികളൊക്കെ, അഹമ്മദി തന്നെ പറയില്ല, ഖാദിയാനി എന്നാ പറയും. ഒരു ഏപ്പപ്പേര് വിളിക്കാം. അല്ല, നമ്മുടെ നാട്ടിലെ സ്ഥിതി അറിയോ? ഞാൻ അവിടെ ഇപ്പം നമ്മളെ വീട്ടിൽ വിറക് വെട്ടാൻ വരുന്നു. ആരാത്? ഒരു തമിഴനാണ്, അവൻ്റെ പേരെന്താ, രാമു എന്ന് പറയില്ല, അണ്ണാച്ചി എന്നാ പറയുക. നിങ്ങളവിടെ റഫീഖ് എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് വലിയ വിഷമല്ലേ? യാ ഹബീബ് എന്നൊരു കൂട്ടുകാരനെ വിളിക്കുന്ന അറബി നിങ്ങളെ വിളിക്കുന്നു, മലയാളികളെ അല്ലെങ്കിൽ തമിഴന്മാരെ വിളിക്കുന്നു റഫീഖ്. ഓ ചെങ്ങായി എന്ന് പറയില്ല മലയാളത്തിൽ, ആ ചെങ്ങായി ആയി റഫീഖ്. പക്ഷെ നമ്മൾ അവിടുത്തെ രാമുവിനെ രാമു എന്ന് ഒരിക്കലും പറയില്ല. എന്താ പറയുക? അണ്ണാച്ചി, അണ്ണാച്ചി. വി അബ്ദുൽ ഖയ്യൂം എന്നൊരു പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹം ചന്ദ്രയുടെ എഡിറ്ററായിരുന്നു, അഹമ്മദിയ. അദ്ദേഹം പല പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ CH അടക്കമുള്ള ചന്ദ്രയിലുള്ള ആൾ വിളിച്ചിരുന്നു ഉപ്പുപ്പാന്ന. ഇന്നൊരു അഹമ്മദി ചന്ദ്രയിൽ ഒരു ജോലി കിട്ടുമെന്ന് നിങ്ങൾ ആലോചിക്കും, കിട്ടുമോ?
നിങ്ങൾ ആലോചിച്ചാൽ ഞാൻ ആലോചിക്കില്ല, എൻ്റെ പണിയല്ല അത്. ഒരു അഹമ്മദിക്ക് ചന്ദ്രികയിൽ ഒരു പണി കിട്ടുമോ? വി അബ്ദുൽ ഖയ്യൂം മരിച്ചപ്പോൾ 8 ലക്കത്തിലേക്ക് നീളുന്ന ഒരു ലേഖന പരമ്പര എഴുതി CH. ഇയാൾ മഹാപണ്ഡിതനാണ്, സൈക്കിളിലൂടെ ഇങ്ങനെ വരുന്ന ആളാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 58 മരിച്ചുപോയി. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പുസ്തകമൊക്കെ കണ്ടിട്ടുണ്ട്. തുർക്കി വിപ്ലവം തുടങ്ങിയുള്ള പ്രാചീന മലബാർ തുടങ്ങിയുള്ള പുസ്തകങ്ങൾ. CH ഒരു പരമ്പര എഴുതിയിട്ട് 2 ലക്കം വന്നപ്പോൾ പാർട്ടി ഇടപെട്ടത് തടഞ്ഞു. നിങ്ങളറിയോ, CH മുഹമ്മദ് കോയ ചന്ദ്രിക വാരികയുടെ പത്രാധിപരായിട്ട് നിയമിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് PA മുഹമ്മദ് കോയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും PA മുഹമ്മദ് കോയ. അദ്ദേഹമാണ് സുൽത്താൻ വീട് എഴുതിയത്. CH ചീഫ് എഡിറ്ററും PA എഡിറ്ററും ആയിരിക്കുമ്പോഴാണ് ചന്ദ്രിക വീക്കിലിയിൽ അറബി കല്യാണത്തെ നഖശികാന്തം എതിർക്കുന്ന ഒരു നോവൽ വന്നത്. 1964 അതിൻ്റെ പേര് സുർമയിട്ട കണ്ണുകൾ എന്നാണ്. അത് എഴുതിയ ആരാണ്? എൻ്റെ പത്രാധിപർ PA മുഹമ്മദ് കോയ. ഇന്ന് വരുമോ? അറബി കല്യാണത്തെ നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ വിമർശിക്കുന്ന ഒരു മാറ്റർ ചന്ദ്രികയിൽ വരുമോ? നിങ്ങൾ ആലോചിക്കുക. CHൻ്റെ ജനാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ PA മഹാസാധുവാണ്, ഇടയ്ക്ക് പിണങ്ങിപ്പോവും. പിണങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? ദേശാഭിമാനിലേക്ക് പോവുക. CH പോയി കൂട്ടിക്കൊണ്ടുവരും. കണ്ടോ അതിൻ്റെ ആ വിശാലത കണ്ടോ? അതായത് ഇനിയിപ്പോൾ ഇതിനേക്കാൾ ഭീകരമായത് ഞാൻ പറഞ്ഞതാണ്. ദേശാഭിമാനിയിലോ കേരള കൗമുദിയിലോ മാതൃഭൂമിയിലോ ചന്ദ്രികയ്ക്കെതിരായിട്ടോ ലീഗിനെതിരായിട്ടോ പ്രത്യേകിച്ച് CHനെതിരായിട്ടോ ഒരു ലേഖനം വന്നു വിചാരിക്കുക. അത് CH എടുത്ത് ചന്ദ്രികയെ കൊടുക്കും. അതിനൊരു ഹെഡിങ് ഉണ്ട്, സഹജീവി പറയുന്നു എന്നാ. സഹജീവി പറയുന്നു. ഒരിക്കലും ഞാനവിടെ ഇരിക്കുന്ന തന്നെ മുറിച്ച് കൊടുക്കണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇതെന്തിനാണ് ചന്ദ്രികയെ കൊടുക്കുന്നത്? അതെന്താ പറയാണ്ട്? അപ്പോൾ എല്ലാ കാര്യം ശരി, അവർ ഈ മാതൃഭൂമിയും ദേശാഭിമാനിയൊന്നും കാണൂല, ലീഗുകാർ കാണേണ്ടത്. ഇത് തന്നെ വിമർശിച്ച സാധനം ലീഗുകാർ കാണണ്ടേ? പിന്നെ മറുപടി പറയേണ്ടതാണെങ്കിൽ അദ്ദേഹം മറുപടി എഴുതും സ്വന്തം പേരിൽ, അല്ലെ അവരുടെ മറുപടി എഴുതും, അല്ലെ വിട്ടുകളെ. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കും അത്. എൻ്റെ അറിവിൽ, എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ ഒരു പത്രത്തിലേ അങ്ങനെ ഒരു പങ്ക്തി ഉണ്ടായിട്ടുള്ളൂ. അത് ചന്ദ്രികയിലാണ്. ചന്ദ്രിക ഏതുമാതിരിയുള്ളൊരു വീക്കിലി ആയിരുന്നു. ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. MT വാസുദേവൻ നായർക്ക് കഥയ്ക്ക് ആദ്യം പ്രതിഫലം കിട്ടിയ ചന്ദ്രിക എന്നാണ്, 3 റുപ്യ. അതിലന്ന് എഴുതിയിരുന്നത് വള്ളത്തോൾ, കുട്ടികൃഷ്ണമാരെ തുടങ്ങിയുള്ള ആൾക്കാരൊക്കെയാണ്. MT ഇപ്പോൾ ചെറിയ ആളാണോ? കുട്ടിക്കാലത്തെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് ആദ്യം പ്രതിഫലം കൊടുത്തത് ചന്ദ്രിക. ഇനി അദ്ദേഹം ഏത് തരം പത്രാധിപരായിരുന്നു ഞാൻ പറയാം. 1962 ലോക്സഭയിലേക്ക് മത്സരിക്കും SK പൊറ്റക്കാട്. തലശ്ശേരി ലോക്സഭാ മണ്ഡലം ഉണ്ടെന്ന്. ഈ പ്രസംഗത്തിനെതിരായിട്ട് വല്ലതും ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിലും ഒന്നുമില്ല. അല്ല, വിവരം അറിഞ്ഞാൽ മതി. അല്ല, എന്താ പറഞ്ഞോണ്ടിരുന്നത്? SK പൊറ്റക്കാട്. അപ്പോൾ SK പൊറ്റക്കാട് ചെന്നിട്ട് CHനോട് പറഞ്ഞു, SK സ്വന്തം സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ അഴീക്കോടാണ് എതിര് 62. അപ്പോൾ CHനോട് പറഞ്ഞു, ഒരു സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണ എനിക്ക് വേണമെന്ന് പറഞ്ഞു. CH പറഞ്ഞു, അത് ആലോചിക്കാം, ഒന്ന് തങ്ങളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ബാഫിക്ക് എടുക്കുമെന്ന് പറഞ്ഞു. ബാഫിക്ക് നാൾ ശരിയെന്ന് പറഞ്ഞു, പിന്തുണ കൊടുത്തു. അഴീക്കോടിനെ തോൽപ്പിച്ച് SK ജയിച്ചു. SK ജയിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹം പൊറ്റക്കാട് വന്നിട്ട് പിന്നെ CHനോട് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് പ്രതിഫലം തരേണ്ടത്? അപ്പോൾ CH പറഞ്ഞു, നിങ്ങൾ ന്യായമായൊരു പ്രതിഫലം തരണം. അപ്പോൾ SK പാവത്താനാണ്. അപ്പോൾ അദ്ദേഹം ആകെ പരിഭ്രമിച്ചു. ഒന്നുമില്ല SK, നിങ്ങൾ അടുത്ത് എഴുതുന്ന നോവൽ ചന്ദ്രികയ്ക്ക് തരണം. ഇത് ഒരുത്തൻ ലോക്സഭയിലേക്ക് ജയിപ്പിച്ച് വിട്ടിട്ട് അതിൻ്റെ പ്രതിഫലം എന്താണ്? അടുത്ത എഴുത്തുകാരോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവാണത്. കണ്ടോ? ആ ചന്ദ്രിക പത്രം ഞാൻ പറഞ്ഞില്ല, 46 തൊട്ട് മരിക്കുന്ന 83 വരെ ആയാലും പ്രവർത്തിക്കാം. ഏത് പത്രാധിപർ അങ്ങനെ ചോദിക്കും? അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി TN ജയേന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞായറാഴ്ച രാവിലെ CH അങ്ങോട്ട് കയറി ചെന്നു. അപ്പോൾ അദ്ദേഹം ആകെ പരിഭ്രമിച്ചു. മന്ത്രി തൻ്റെ വീട്ടിലൊന്ന്. അപ്പോൾ അദ്ദേഹം ചാടിയുണ്ട്, എന്താണ് സാർ, എന്താ പ്രശ്നം, സാറൊന്ന് ഫോൺ ചെയ്ത് ഞാൻ അങ്ങോട്ട് വരായിരുന്നല്ലോ. ഇത് നിങ്ങൾ അങ്ങോട്ട് പറയേണ്ട കാര്യമൊന്നും അല്ല. അദ്ദേഹത്തിന് മനസ്സിലായില്ല വല്ല പ്രശ്നമുണ്ട്. ഇരിക്കാൻ പറഞ്ഞു. CH ഇരുന്നു. അപ്പോൾ നിങ്ങൾ പരിഭ്രമിക്കണ്ട, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചായ കൊണ്ടുവന്നു, ചായ കുടിച്ചു. അപ്പോൾ എന്താണ്, ഒന്നുമില്ല, ഞാനേ ഒരു പത്രാധിപരാണ്, ഞങ്ങൾക്ക് ചന്ദ്രിക അതൊരു വീക്കിലുണ്ട്, നിങ്ങൾ എഴുതുന്ന ഒരാളാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് അതിൽ എഴുതണം. ഇത് എനിക്ക് ആഫീസിൽ നിന്ന് പറയാൻ പറ്റില്ല, ഫോൺ ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം ഞാനാണ് ആവശ്യക്കാരൻ, ഞങ്ങളെ ഒന്ന് കാണണം. മന്ത്രിയായി വന്ന് പറയുന്നത് കേട്ടോ. ആ വീക്കിലിൽ പ്രധാനപ്പെട്ട എല്ലാവരും എഴുതിയിരുന്നു, എല്ലാവരും. ബഷീർ വലിയ ബന്ധമായിരുന്നു. അപ്പോൾ ഈ സാഹിത്യമൊന്നും പണ്ട് വലിയ പ്രശ്നമാണ്. എൻ്റെ ഉപ്പുപാക്ക ഒരു ആനയുണ്ടായിരുന്നു എന്നുള്ള നോവൽ വന്നു. നോവൽ വന്നപ്പോൾ വലിയ എതിർപ്പുണ്ട്. എന്താ എതിർപ്പ്? ഇപ്പോൾ ബാല്യകാല സഖി ബഷീർ എഴുതിയിട്ട് അതങ്ങനെ ഒരു സാധനം എഴുതിയെന്ന് പറഞ്ഞിട്ട് ഒരു സേട്ടു, ഈ നമ്മളെ സുലൈമാൻ സേട്ടു അല്ലട്ടോ, വേറൊരു സേട്ടുമാണ്. അവിടെ ഒരു മുസ്ലിം അസോസിയേഷൻ ഉണ്ടായിരുന്നു. അന്നൊന്നും അച്ചടിക്കാൻ ആളില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അപ്പം ബഷീറിനൊരു കൂട്ടുകാരൻ കൊണ്ട് കൊടുത്തു. അയാൾ വായിച്ചിട്ട് പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്കെതിരായ പിന്നെ നോവലാണിത്, ഇത് ഞാൻ അച്ചടിക്കാൻ മാത്രമല്ല, അച്ചടിക്കാനേ പാടില്ല എന്നാണ്. അങ്ങനെയാണ് പിന്നെ അത് വേറെ അച്ചടിച്ച് വന്നത്. എൻ്റെ ഇപ്പോൾ 1951 വരികയാണ്. വന്നപ്പോൾ എന്താ ഉണ്ടായത്? വലിയ പ്രശ്നമാണ്. ഒരു ആരാന്നെനിക്ക് അറിഞ്ഞൂടാ, ബഷീറിനോട് ആ പേര് പറഞ്ഞില്ല, മുസ്ലിം ലീഗിൻ്റെ ഏതോ ഒരു നേതാവ് അത് മുസ്ലിം വിരുദ്ധമാണ് എന്നതിലേക്ക് തെളിവായിട്ട് പറഞ്ഞത് 2 മെതിയടികൾ എന്നൊരു അധ്യായം ഉണ്ട് അതിനകത്ത്. മെതിയടി മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒതുണ്ടാക്കപ്പെടുന്ന സാധനമാണ്, ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയാണ്. അത് പറഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, കാരണം രക്തം എരിച്ചു കയറിയാൽ പിന്നെ ഒന്നും ആലോചിക്കാൻ കഴിയില്ല. അപ്പോൾ CHൻ്റെ അടുത്ത പ്രസംഗം, പിന്നെ CHൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു യോഗ്യത ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിൻ്റെ ഏത് മീറ്റിംഗ് ഉണ്ട് അവസാനം അദ്ദേഹം പ്രസംഗിക്കുക. എന്താ, മറ്റാൾ പോവും, ഇടയ്ക്കിടയ്ക്ക് പറയും, സഹോദരന്മാർ കോയസാവിൻ്റെ പ്രസംഗം അരമണിക്കൂറിനകം തുടങ്ങുന്നതാണ്. അപ്പോൾ ഭയങ്കര കയ്യടിയാണ്. ഈ പ്രസംഗിതരൊക്കെ മറ്റ് പിണ്ണാക്കന്മാരൊക്കെ എന്ത് പ്രസംഗിക്കാനാണെന്നുള്ള നാട്ടിൽ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി അവിടെ ഉണ്ടാവില്ല. ഞാൻ കണ്ടൊരു രംഗം, ഞാൻ ചെറിയ കുട്ടിയാണ്, ഞങ്ങളൊക്കെ CHൻ്റെ പ്രസംഗം അവിടെ തന്നെ പോകുന്ന STUൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആദ്യത്തെ മീറ്റിംഗാണ്, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ മാവൂരിൽ. അപ്പം STUൻ്റെ സ്റ്റേറ്റ് സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന് തൊഴിലാളി യൂണിയനൊക്കെ ഉണ്ടായി വരുന്ന കാലം. CHൻ്റെ പേര് വിളിച്ചു. അതെന്ത് ചെയ്തെന്നറിയാം, ഞാൻ പ്രസംഗിക്കാൻ അവിടെ ഇരിക്കട്ടെ, ഈ കുട്ടി പ്രസംഗിക്കട്ടെ. ആരാ കുട്ടി എന്നറിയാം? ET മുഹമ്മദ് ബഷീർ. CH ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. അത്ര അധികം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ലീഗ് പിളർന്നു 74. എന്താണ് കാരണം നമുക്കറിയോ? എനിക്കറിയുന്ന കാരണം ഞാൻ പറയാം. അത് വലിയ പ്രശ്നമാണ്, ഞാൻ പറഞ്ഞ പ്രശ്നം ആയിക്കോട്ടെ. എന്നുവെച്ചാൽ ആ പാർട്ടിക്കകത്തായിരുന്നു CHൻ്റെ ശത്രുക്കൾ. CHന് ആ പാർട്ടിക്ക് പുറത്ത് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. CHന് കിട്ടിയ അത്ര മൊഹബത്ത്, അത്രയധികം ആരാധന, അത്രയധികം സ്നേഹം, അത്രയധികം ശ്രദ്ധ ആ പാർട്ടിയിൽ ഒരു നേതാവിനും കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ കണക്കിന് ആ പാർട്ടി 74 പിളർന്നത് CHനോട് ഇവർക്ക് തോന്നിയ അസൂയുണ്ട്. അത്ര വലിയ, ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിക്ക് പുറത്തും മുന്നണിക്ക് പുറത്തും പ്രദേശത്തിന് പുറത്തും ഒക്കെ. അപ്പോൾ CHൻ്റെ ഈ വധശ്രമത്തിൻ്റെ വാർത്തയൊക്കെ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു അന്ന് 1970. ആ പാർട്ടി പിന്നെ പുനരൈക്യം വരുന്നത് എപ്പോഴാണ്? CH മരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 83 CH മരിച്ചു, 85 പിന്നെ പ്രശ്നമൊന്നുമില്ല, ഭയങ്കര. അപ്പോൾ അന്ന് അഖിലേന്ത്യാ ലീഗ് ഉണ്ടായപ്പോൾ ET അതിനകത്ത് പോയി. ഞങ്ങളൊക്കെ വല്ലാതെ ഷോക്കായതാണ്. CH അതിനെപ്പറ്റി പറഞ്ഞ കമൻറ്റ് എന്താണെന്ന് അറിയാം, സ്വകാര്യം പറഞ്ഞതാണ്, അത് എങ്ങനെയോ അങ്ങോട്ട് ഇവിടുന്ന് 10 എണ്ണത്തിന് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു, ബഷീറിന് അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ. അത് അപ്പോഴും ബഷീറിനോടൊരു ദേഷ്യമല്ല, ബഷീറിനോടൊരു ദേഷ്യമല്ല. ഓ, ഇതിനേക്കാൾ ഭീകരമായ സംഭവം ഉണ്ടായി. സിനിമ കാണുകയാണ് ആര്? CHും ഹമീദ് അലി ഷംനാടും കൂടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് CHന് എന്തോ ഒരു ബോധക്ഷയമായി വന്നപ്പോൾ ഇവരിരിക്കുകയാണ്. ഹമീദ് അലി ഷംനാടിൻ്റെ മാറിലേക്കാണ് ഇവരമ്മലൊരു CHന് അങ്ങനെ ഒരു സംഗതിയില്ല കേട്ടോ. CH ചീഫ് എഡിറ്റർ ആയിരിക്കുമ്പോൾ പത്രത്തിൻ്റെ മുകളിൽ ചീഫ് എഡിറ്റർ
CH മുഹമ്മദ് അടിച്ച പത്രത്തിൽ അദ്ദേഹത്തിനെതിരായിട്ട് എഡിറ്റോറിയൽ, അദ്ദേഹത്തിനെതിരായി വാർത്തകൾ, അദ്ദേഹത്തിനെതിരായി കത്തുകൾ അച്ചടിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ചീഫ് എഡിറ്റർക്കെതിരായിട്ട്. കാരണം അന്ന് ഈ അഖിലേന്ത്യാ ലീഗായിട്ട് പിന്നീട് പുറത്തുപോയ പലരും ഇതിനകത്ത വലിയ പ്രമാണികളാണ്. അപ്പോൾ ഹമീദ് അലി ഷംനാടിൻ്റെ മാറിലേക്കാണ് CH ഇങ്ങനെ. അപ്പോൾ ഷംനാട് അറിയാലോ, അദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെട്ടു. അപ്പം എല്ലാം തീർന്ന് പുറത്തിറങ്ങിയപ്പോൾ ഷംനാടിനോട് CH പറഞ്ഞു, നിങ്ങൾ മഹാഭാഗ്യവാനാട്ടോ. എന്താ, ഞാൻ മരിച്ചിട്ടാൻ പോയിനെങ്കിൽ വിമതം കൊണ്ടുപോയി കൊന്നെന്ന് ലീഗുകാർ പറയായിരുന്നു. കാരണം നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇതിനകത്തില്ല, പക്ഷെ ലീഗുകാർ ഇങ്ങനെ പറയും. ഇണ്ടുപോക്കർ ആനയുണ്ടാർത്തിൻ്റെ കഥ ഞാൻ വേറെ പറയാം. അത് 1958 മുണ്ടശ്ശേരി അത് ടെക്സ്റ്റ് ബുക്കാക്കി. 10ാം തരത്തിലെ ഉപപാഠ പുസ്തകം. മുണ്ടശ്ശേരി എന്ന് മിനിസ്റ്ററാ. വലിയ കൂട്ടുകാരാണ് മുണ്ടശ്ശേരിയും ബഷീറും. ചങ്ങമ്പുഴി 48 മരിച്ചുപോയി. അപ്പോൾ ഇത് വലിയ കോലാഹലം. അപ്പോൾ സഭയിലൊക്കെ വലിയ പ്രശ്നമാണ്. എല്ലാ മെമ്പർമാരും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്, EMSന്റെ മന്ത്രിസഭയാണ്. പക്ഷേ CPMകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ എതിർത്തു. അപ്പോൾ സ്പീക്കർ ചോദിച്ചു, ആരാണിത് ടെക്സ്റ്റ് ബുക്കാക്കിയത്? അപ്പം മുണ്ടശ്ശേരി എണീറ്റിട്ട് പറഞ്ഞു, അത് പ്രസിദ്ധ നിരൂപകൻ ജോസഫ് മുണ്ടശ്ശേരി ടെക്സ്റ്റ് ആക്കിയത്. ഞാനാന്ന് പറഞ്ഞില്ല, മിനിസ്റ്ററാന്ന് പറഞ്ഞില്ല. പിന്നെ സ്പീക്കർ താമരപോരി പിന്നെ മിണ്ടിയില്ല. പിന്നെ CH ഇതിനെപ്പറ്റി പിന്നെ പ്രസംഗിക്കുക. പല കാലത്ത് CHനുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ പല തമാശ ആവർത്തിച്ച് പറയും. ഇത് പ്രസംഗം ഞാൻ കേട്ടൊരു പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പോക്കർ ആനയുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്കായി. എന്താ നിങ്ങൾ വിചാരിക്കണത്? കമ്മ്യൂണിസ്റ്റുകാരെ എന്നെ എതിർത്തു. എന്താ കാരണം? അവരത് വായിച്ചു, അവർക്കത് മനസ്സിലായി. കോൺഗ്രസ്സുകാരെ എന്നെ എതിർത്തു, അവരത് വായിച്ചു, അവർക്ക് മനസ്സിലായില്ല, അവരെതിർത്തു. ലീഗുകാരെ എന്നെ എതിർത്തു. എന്താ കാരണം? അവർ വായിച്ചിട്ടില്ല. അപ്പം മറ്റേ മെതിയടി പ്രസംഗത്തിൻ്റെ മറുപടി CH ആണ് പറഞ്ഞത്, അസംബന്ധമാണ് പറയുന്നത്. എന്താ? അപ്പോൾ CH ചോദിക്കുകയാണ്, രാമായണത്തിൽ രാമൻ്റെ മെതിയടി കൊണ്ടുപോയി പൂജിച്ച് അത് സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് ഭരതൻ നാടുവാണെന്ന് രാമായണത്തിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മുസ്ലിങ്ങളുടെ മാത്രം ഏർപ്പാടാകുക? അപ്പം ബഷീർ എന്നോട് പറഞ്ഞു, കാക്ക, എല്ലാവരും അങ്ങനെ തമാശയ്ക്കാണ്, കാക്കാന്ന് സാറേന്നൊക്കെ ബഷീർ വിളിക്കുക. കാക്ക, CHൻ്റെ തലയിൽ ഇത് മനസ്സിലാകുന്ന ഈ അവയവുണ്ട്, ഈ സാധനം ഉണ്ട്, ഈ സാഹിത്യം എന്താണെന്ന് തിരിയുന്നത്. വലിയ, അതായത് CH പലതുമാണ്. നേതാവാണ്, പ്രഭാഷകനാണ്, പത്രാധിപരാണ്, എഴുത്തുകാരനാണ്, മന്ത്രിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യം, അദ്ദേഹത്തിന് ഏറ്റവും മോഹം നല്ല എഴുത്തുകാരനാണെന്ന് പറഞ്ഞു കേൾക്കാനായിരുന്നു. അല്ല, നല്ല മന്ത്രിയാണ്, അത് ഞാനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ നല്ല നേതാവാണ്, നല്ല അതൊന്നുമല്ല, സാഹിത്യത്തോട് അത്ര കമ്പായിരുന്നു. എപ്പോഴും ഒരു സാഹിത്യകാരനും അദ്ദേഹത്തിനടുത്ത് സമയം കിട്ടാതെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ട് കാണാതെ മടങ്ങിയപ്പോഴാണെന്നറിയാം. മരിച്ച് പൊതുദർശനത്തിന് കോഴിക്കോട് ടൗൺ ഹാളിൽ മയ്യത്ത് വെച്ചപ്പോൾ കാണാൻ ചെന്നപ്പോൾ ജനപ്രളയം. കുറച്ച് കഴിയുമ്പോൾ ലാത്തി ചാർജ് വന്നു. അപ്പോൾ പിന്നെ ഞാൻ മടങ്ങി ബസ് കയറിയപ്പോൾ ഞാൻ ആലോചിച്ചു, CHനെ കാണാൻ പോയിട്ട് ജീവിതത്തിൽ ആകെ കാണാതെ മടങ്ങുന്നത് എന്നാണല്ലോ. അദ്ദേഹം അപ്പോഴും മരിച്ചു. അപ്പോൾ വലിയ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട 2 എഴുത്തുകാരാണ്, ഒന്ന് ബഷീറും ഒന്ന് ഉറൂബും. അപ്പോൾ ബഷീറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതെന്നോട് CH പറഞ്ഞോ, ബഷീർ പറഞ്ഞല്ല, ബഷീർ അങ്ങൊന്നും പറയില്ല, സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് ആവണമെന്ന് പറഞ്ഞു ബഷീറിനോട്. അപ്പോൾ ബഷീർ പറഞ്ഞു, വേണ്ട, എന്നെ ഒന്നും പറ്റില്ല. അദ്ദേഹത്തിന് വലിയ മോഹം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാഹിത്യകാരന്മാർ പറയുമെന്ന് ആലോചിച്ച് നോക്കുക, ബഷീർ പറയും, അതാണ് വ്യത്യാസം. അപ്പോൾ CH പറയും, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പറ്റിയ ഒരാളുടെ പേര് പറയും, ആ ആളെ ഞാൻ നിയമിക്കാം. ഒന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതല കൂടി CHനുണ്ട്. അപ്പം ബഷീർ പറഞ്ഞു, നിങ്ങൾ ഉറൂബിനെ ആയിക്കോന്ന് പറഞ്ഞു. CHന് വലിയ സന്തോഷം, അങ്ങനെ ഉറൂബ് പ്രസിഡൻ്റായത്. പിന്നെ സാഹിത്യ അക്കാദമിയിലേക്ക് അദ്ദേഹം പള്ളിക്കര VP ഉമ്മനെ നോമിനേറ്റ് ചെയ്തു. ആരാ പള്ളിക്കര VP ഉമ്മത്? അന്നത്തെ വലിയ സോഷ്യലിസ്റ്റ് പ്രഭാഷകൻ. അദ്ദേഹത്തിന് എന്താ പണി? നല്ല പ്രസംഗങ്ങൾക്ക് ആ ഭാഗത്തുള്ള ആൾക്കാരുണ്ടോ, കൊയിലാണ്ടി, വടകര, ഒന്നാം തരം പ്രസംഗമാണ്. അതായത് ലീഗിനെ പരിഹസിക്കും, പ്രത്യേകിച്ച് CHനെ പരിഹസിക്കും. അപ്പോൾ ഇത് വലിയ പ്രശ്നമായി ലീഗുകാർക്ക്. ഇവരിവിടുന്ന് ഡെലിഗേഷൻ പോയി, ഇവിടെ തിരുവനന്തപുരത്തേക്ക്, കോയ സാഹിബ്
ചെയ്ത് വലിയ അക്രമമായിപ്പോയി. എന്താണ് പള്ളിക്കര വിപ്പോമനെ നമ്മൾ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ ഇങ്ങനെ സി എച്ച് ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, അയാൾ ലീഗിനെതിരായിട്ടും കോയസാമിനെതിരായിട്ടൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. അതെനിക്കറിയാമെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേഷൻ കിട്ടാൻ അദ്ദേഹത്തിന് അർഹത ഉണ്ടോ എന്നാണോ ഇല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അത് അർഹത. അന്ന് പിന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അർഹത. ഈ അനുയായികളെ പേടിക്കുന്ന നേതാക്കന്മാരായില്ല കേട്ടോ ഇവരാരും. ഞാൻ വേറൊരു കഥ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇപ്പോഴത്തെ നേതാക്കന്മാരും എല്ലാ പാർട്ടിയിലും അനുയായികളെ പേടിയാണ് നേതാക്കന്മാർക്ക്. സിദി സാഹിബിൻ്റെ നാട്ടുകാരനും ബന്ധുവും ക്ലാസ്മേറ്റുമാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ. അവർ 4ാം ക്ലാസ് വരെ ഒരു ബെഞ്ചിലായിരുന്നത്, ബെഞ്ച്മേറ്റാന്ന് പറയാം. അപ്പോൾ 34 സെൻട്രൽ അസംബ്ലിയിലേക്ക് മത്സരം നടക്കുകയാണ് മലബാറിൽ. ആരൊക്കെയാണ് മത്സരിക്കുന്നത്? ഒന്ന് സത്താർ സെട്ട്, അദ്ദേഹം ലീഗുകാരനാണെങ്കിലും സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. മറ്റേത് അബ്ദുറഹിമാൻ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിലും സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ സത്താർ സെട്ട് വലിയ പൈസക്കാരനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ബിരിയാണിയുടെ കൾച്ചർ മുഴുവൻ ഉണ്ടാക്കിയത് സത്താർ സേട്ടാണെന്ന് തലശ്ശേരി രേഖകൾ എന്നുള്ള പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അവിടെ നിന്ന് കച്ചിന്ന് വരുന്ന ആളാണ്, വലിയ പണക്കാരനാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. എന്താ, അബ്ദുറഹ്മാൻ വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഈ സ്വത്തൊക്കെ വിറ്റിട്ട് അദ്ദേഹം അൽ അമീൻ എന്നുള്ള പത്രം തുടങ്ങിയത്. 34 ഒരു പൈസയില്ല, പക്ഷെ എന്താണ്, യാത്ര ചെയ്യാൻ കാറില്ല. അപ്പോൾ അബ്ദുറഹ്മാൻ ചെന്നിട്ട് സി സാഹിബിനോട് അദ്ദേഹത്തിൻ്റെ കാറ് കടം ചോദിച്ചു. സി സാഹിബ് ഉടനെ കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? എതിർ സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ അന്ന് മലബാറിൽ കാറൊക്കെ കുറവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ, കറുത്ത ബ്യൂക്ക് കാറാണ്. ആ കാറ് വരുമ്പോൾ ലീഗുകാർ ഓടിക്കോളും. അതിനാരാ ഇറങ്ങുന്നത്? എതിർ സ്ഥാനാർത്ഥി. ഇതിലും വലിയ ദുരിതമുണ്ടോ? അങ്ങനെ ഇവർ എന്ന് സി സാഹിബിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ചോദിച്ചു, എന്താ സംഗതി? അല്ല, അത് നമ്മളെ എതിർ സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ സി സാഹിബ് കാറ് കൊടുത്തു. അപ്പോൾ അത് നിങ്ങളെ പാർട്ടിയുടെ സാധനമൊന്നുമല്ല, ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശുണ്ട്, ഞാൻ വാങ്ങിയ കാറാ, അത് ആർക്ക് കൊടുക്കണം വേണ്ട ഞാൻ തീരുമാനിക്കും, പൊക്കോളാൻ പറഞ്ഞു. അന്നത്തെ സൗഹൃദം എന്ന് പറഞ്ഞ സാധനം അത്. ഇത് അബ്ദുറഹ്മാൻ ചോദിക്കാനും തോന്നും, സി സാഹിബിന് കൊടുക്കാനും തോന്നും. ഈ തരത്തിൽ, അതായത് ഇപ്പോൾ ഈ സി എച്ചിൻ്റെ മനസ്സിൻ്റെ ഒക്കെ വിശാലത എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം. ഡൽഹിക്ക് പോവാണ്, എന്തോ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫണ്ട് കിട്ടുമെന്ന് വളരെ സംശയം. ഇപ്പോൾ പത്രക്കാരും ചോദിച്ചു, അല്ല മിനിസ്റ്റർ പോയാൽ കിട്ടുന്ന ഉറപ്പുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് ഈ ഫണ്ട്? അപ്പോൾ സി എച്ച് പറഞ്ഞു, എന്നാലിഹ കണ്ടുപോരാം, തന്നാകിലോ ഞാനിഹ കൊണ്ടുപോരാം. ഒരു കവിതയാണ്. ആരുടെ കവിത? കുഞ്ചൻ നമ്പ്യാരുടെ. ഇതേതാ സംഭവം? ശ്രീകൃഷ്ണരുന്ന മണിപ്രവാളത്തിൽ ശ്രീകൃഷ്ണനെ കാണാൻ പോകുമ്പോൾ കുചേലനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇല്ല, കിട്ടുന്നൊരു ഉറപ്പില്ല. എന്താ? കണ്ടുപോരാം, തന്നാൽ കൊണ്ടുപോരാം. അപ്പം ഇതാണ് ഈ മുസ്ലിം ലീഗുകാരനായി മന്ത്രി ഉദ്ധരിക്കുന്നത്. ഇന്ന് ഏത് മുസ്ലിം ലീഗ് മന്ത്രിക്ക് ഇങ്ങനൊരു കവിത ഉദ്ധരിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞത്, ഈ ഇപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പ്രസംഗം അവസാനിപ്പിച്ചത് ആശാൻ്റെ 2 വരി ഉദ്ധരിച്ചുകൊണ്ടാണ്. മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകി. അതുകൊണ്ട് ഞാൻ ഈ നദി ഞാൻ മുടിച്ചു പറ്റിക്കുന്നു. എന്നിട്ട് അവിടെ ഈ ചൂടുള്ള എണ്ണ ഒഴിക്കാൻ വരുന്നതിനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നത് എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കൂട്ടുന്നുണ്ടോ? ഒരു കഷ്ണം പപ്പായ, ഒരു കഷ്ണം മാങ്ങ, ഇതൊക്കെ അവനവനെ പരിഹസിക്കുന്നതിന് ഒരു കണക്കുമില്ല. ആത്മപരിഹാസം ഭയങ്കര. ഒരിക്കലും പറഞ്ഞത് ഞാൻ നടക്കുന്ന മയ്യത്താണ്. അസുഖം വന്നിട്ട് ഈ മുണ്ടുരിഞ്ഞു പോകുന്നൊക്കെ അറിയാതെയായി. അപ്പോൾ പിന്നെ പാൻസായി, അതിനിവിടെ വള്ളി ട്രൗസറായി. ഇതൊക്കെ അദ്ദേഹം തമാശയായിട്ട് പറയും. പിന്നെ വളരെ പല സമയത്ത് ഭയങ്കര ആബ്സെൻറ്റ് മൈൻഡാണ്. എന്താ ഏതാന്ന് കഥ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ചന്ദ്രയിലേക്ക് പോവാണ്. പോകുമ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ മുഷ്ന ലുങ്കി എവിടെ വെച്ചു? ഞാൻ കണ്ടില്ല. എന്നൊക്കെ നോക്കി. അപ്പോൾ ഇവരാകെ പരിഭ്രമിച്ചു. പിന്നെ അവിടെ ചെന്ന് സി എച്ച് ഫോൺ ചെയ്തു, അതെ നീ നോക്കിയ ലുങ്കി ഇവിടെ ഉണ്ട്, എന്താ? ഞാൻ അതിൻ്റെ മുകളിലാണ് തുണ്ണെടുത്ത്. ലുങ്കി അഴിച്ചു വെക്കാതെ അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടാണ് ചങ്ങാതി ഇവിടെ വന്നത്. അങ്ങനെ എപ്പോഴും. പിന്നെ
ലീഗരെ കളിയാക്കി പറഞ്ഞ പല തമാശകളൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് പറയാം. മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കാൻ സഹനശക്തി മാത്രം പോരാ, ദഹനശക്തിയും വേണമെന്നാണ്. കാരണം ഇവനെ സഹിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പോരാത്തത് ഇവൻ്റെ അങ്ങനെ അദ്ദേഹം മരിച്ച് ഹൈദരാബാദിൽ നിന്ന് ബോഡി കൊണ്ടുവന്നപ്പോൾ ബേബി ജോൺ പൊട്ടിക്കരഞ്ഞൊരു രംഗം ഞാൻ ആലോചിക്കുക. ഒന്ന് വലിയ വാർത്തയായിരുന്നു. ബേബി ജോൺ എന്നല്ല പറയുക, ബേബി ഹാജി എന്നാ പറയുക. കാരണം ലീഗിനോട് വലിയ ലോഹിയായിരുന്നു. അതുകൊണ്ട് ബേബി ഹാജി ഇവരൊന്നിച്ച ബേബി ജോണിനെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ലീഗരെ കളിയാക്കി കോഴിക്കോട്ടൊരു തമാശയുണ്ട്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ രൂപീകരണത്തെ അനുകൂലിച്ചു രാജാജി. അപ്പോൾ രാജാജിക്ക് കോഴിക്കോട്ട് മുസ്ലിം ലീഗർ സ്വീകരണം കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മദ്രാസിൽ നിന്ന് ട്രെയിൻ വന്നിറങ്ങിയപ്പോൾ ലീഗർ ഭയങ്കര മുദ്രാവാക്യം രാജഹാജി സിന്ദാബാദ് എന്നാണ് വിളിച്ചതെന്ന് എപ്പോഴും. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പോൾ കേട്ടോ, പരമയോഗ്യനായ മുഹമ്മദ് ഗനിയെ അപ്പോയിൻ്റ് ചെയ്തത് CH. ഞാനന്നവിടെ വിദ്യാർത്ഥിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുകയാണ്. അപ്പം VC ആക്കാൻ പറ്റിയത് ഗനിയാണ് എന്ന് കരീം സാറ് പറഞ്ഞു. CH ഉടനെ അവിടെ പോയിട്ട് അദ്ദേഹത്തോട് കേരള യൂണിവേഴ്സിറ്റി അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അതൊരു പഴയ യൂണിവേഴ്സിറ്റിയാണ്, 1935 ഉണ്ടായ സാധനം. ഇനിയിപ്പോൾ എനിക്കതിൽ അവിടെ ഒന്നും ചെയ്യാണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ CH വളരെ നിരാശനായിട്ട് മടങ്ങാൻ നേരത്ത് വാതിലിൻ്റെ എത്തിയപ്പോൾ ഗനിസാറ് തിരിച്ചു വിളിച്ചു, മിസ്റ്റർ കോയ കം ഹിയർ. നിങ്ങൾ മലബാറിലൊരു പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കേട്ടത് ശരിയാണോ? ശരിയാണ്. അതെവിടെ? അത് മലബാറിൽ എവിടെയെങ്കിലും ആയിരിക്കും, മിക്കവാറും കോഴിക്കോട്ടോ മലപ്പുറം. അങ്ങനെ യൂണിവേഴ്സിറ്റി പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വരാം. അപ്പോൾ CH ചോദിച്ചാൽ അതെന്താ അവിടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അവൻ ചെയ്തു. 4 കൊല്ലം VC ആയിട്ടിരുന്നു. പിന്നെ 1.5 കൊല്ലം കൂടി എക്സ്റ്റൻഷൻ കൊടുത്തു. ലേഖനത്തിൽ പറഞ്ഞത് ഈ 5.5 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വലുതോ ചെറുതോ ആയ ഒരു ശുപാർശ ഗനിയോട് പറയാൻ ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഇംഗ്ലീഷിലാ ലേഖനം. ഐ ഡിഡ്ന്റ് ഡെയർ ടു റെക്കമെൻഡ് എന്നല്ല എഴുതി. ധൈര്യപ്പെട്ടിട്ടില്ല. അത്ര യോഗ്യരായിരുന്നു. മുഹമ്മദ് ഗനിയെപ്പറ്റി ആരും ഒരു കുറ്റവും രാഷ്ട്രീയത്തിൻ്റെ വകയിൽ മുദ്രാവാക്യം കുറിച്ചിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തെ ഇനി യാത്രയപ്പ് കൊടുക്കാതെ നോ സെൻഡ് ഓഫ് ടു VC, സെൻഡ് ഹിം ഓഫ് എന്നവിടെ എഴുതി വെച്ചിരുന്ന ആളുകളുണ്ട്. ഞാനവിടെ കുറേ കാലം ഉണ്ടായിരുന്നല്ലോ. ഇദ്ദേഹം മരിച്ച വാർത്ത വന്നിട്ട് അനുശോചനം കൂടുമ്പോൾ അദ്ദേഹത്തെ അന്ന് തെറി പറഞ്ഞവരൊക്കെ പൊട്ടിക്കരയായിരുന്നു. തമിഴനാണ്, മലയാളം അദ്ദേഹം പറഞ്ഞ് ഞങ്ങളാരും കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യതയുടെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം ഞാൻ പറയാം. അവിടെ ക്വാർട്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ക്വാർട്ടേഴ്സ് വിട്ട് ടീച്ചേഴ്സ് ഹോസ്റ്റലിലേക്ക് മാറണം അധ്യാപകർ. ന്യായമായൊരു ആവശ്യമല്ലേ, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ വൈദ്യനാഥൻ എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിൽ വളരെ യോഗ്യനായിട്ടൊരു റീഡറുണ്ട്. അദ്ദേഹം നേരെ VC എടുത്ത് തന്നു. വാട്ട് മിസ്റ്റർ വൈദ്യനാഥ് ചോദിച്ചു. പറഞ്ഞു സാറിൻ്റെ എങ്ങനെ ഒരു കടലാസ് കിട്ടിയിരിക്കും? അതെ. ഇത് ന്യായമാണോ? എന്താ അന്യായം? സാറിന് ഭാര്യയില്ല, മരിച്ചുപോയി. സാർ ഒറ്റയ്ക്കല്ലേ കോട്ടയത്ത് താമസിക്കുന്നത്? ഇവിടെ പ്രോ വൈസ് ചാൻസലർ സുകുമാർ അഴീക്കോടുണ്ട്, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടേ ഇല്ല, അദ്ദേഹം ഒറ്റയ്ക്കല്ലേ കോട്ടയത്ത് താമസിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ കോട്ടയത്ത് ഇട്ട് ടീച്ചർ ഹൗസിലേക്ക് പോകണമെന്ന് ചോദിച്ചു. യു ആർ റൈറ്റ്, ഐ വിൽ ക്യാൻസൽ ദ ഓർഡർ. അപ്പം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ആളുടെ വലിപ്പം എന്ന് പറയുന്നത് ഈ എതിരഭിപ്രായം വരുമ്പോൾ അതിനനുസരിച്ച് മാറാനും തിരുത്താനും തയ്യാറാവുന്ന ഒരു സംഗതിയാണ്. CH എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ പരിഹാസം. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്താണ് സീതി ഹാജി. സീതി ഹാജിയെ കളിയാക്കിയിട്ടുള്ള തമാശകൾ ഇപ്പോൾ അത് പുസ്തകമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് മുഴുവൻ തുടങ്ങിയത് CH ഒരാളാണ്. അപ്പോൾ ഞാനൊരു ഓർമ്മ വരുന്നൊരു ഉദാഹരണം പറയാം. ഹജ്ജിന് പോയപ്പോൾ അറിയാലോ, അവിടെ ജംറയിൽ കല്ലേറുണ്ട്. അത് വലിയ പ്രശ്നമാണ്. ജംറയിൽ കല്ലെറിഞ്ഞാൽ ചിലപ്പം തിക്കലൊക്കെ പെട്ടിട്ട് നമ്മരെയൊക്കെ എറിയാൻ പറ്റില്ല, പരിക്ക് പറ്റും, ചിലൊക്കെ മരിച്ചു പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഏറ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ മക്കയിലെ അവിടെ ഈ കല്ലേറ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇവരൊന്ന് ചോദിച്ചു, കോയ സാഹിബ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ഒരു ചെറിയ അബദ്ധം പറ്റി. അതെന്തേ?
അല്ല, സീതാജി എറിഞ്ഞപ്പോൾ ഇബ്ലീസ് ചോദിച്ചു സീതാജിയോട്, നമ്മൾ തമ്മിൽ ഇത് വേണോ? അപ്പോൾ എനിക്ക് കിട്ടിയ കടലാസ് എന്താ നിങ്ങൾ മനസ്സിലായിണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ ഇതിലെഴുതിയുള്ളത്, നേരത്തെ തുടങ്ങാതിരുന്നത് ഞങ്ങളുടെ തെറ്റ്, ഞങ്ങളുടെ നഷ്ടം. നിയമപ്രകാരമുള്ള സമയം അവസാനിക്കുന്നു. എനിക്ക് നിയമം മാറ്റാൻ പറ്റില്ല. ഞാൻ ഇതിനായിട്ട് അവിടുന്ന് ഒന്നൊരുത്തരാ. ഇതെനിക്കിവിടെ വേറൊരു പണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ കാര്യം പറയുന്നത്, ഇങ്ങനെ പത്ത് മിനിറ്റ് ഗ്രേസ് ടൈം ഉണ്ട് ജംഷിദിൻ്റെ വക. അപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ ഈ തരത്തിൽ ഇന്നിപ്പോൾ നാട്ടിൽ മിക്ക ആളുകളും സംസാരിക്കുന്ന രീതിയിൽ ഒരിക്കലും നിലവാരം വിട്ട് ഒരാളെ കുത്തി പറഞ്ഞിട്ട് ഒരു സമുദായത്തെ ആക്ഷേപിച്ചിട്ട് ഒരിക്കലും CH സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാത്ത വേറെ ലീഗ് നേതാക്കൾ പറഞ്ഞു. ഞാൻ എല്ലാവരും ലീഗുകാരൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ അംഗീകാരം എവിടുന്നാണ് വരുന്നതെന്ന് ആലോചിക്കണേ. അതാ പെരുമാറ്റത്തിൽ. ഇപ്പോൾ അഴിമതി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബഹുമാനം തന്നെ വരും. ഉണ്ടോ? അഴിമതി ഇല്ല എന്ന് തെളിവ് വരും. അദ്ദേഹം മരിച്ചിട്ട് ആ തെളിവ് വരും. പക്ഷെ അന്ന് അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. എന്താണ്, CH ചോദിച്ചു നിങ്ങൾക്ക് എന്തൊക്കെ, അല്ല ബാഫയ്ക്ക് തങ്ങളുടെ അസുഖത്തെ പറ്റി ചോദിച്ചപ്പോൾ CH പറഞ്ഞൊരു മറുപടി, തങ്ങൾക്കുള്ള എല്ലാ അസുഖവും എനിക്കുണ്ട്, അരിക്കച്ചവടം ഒഴിച്ചെന്നാ. അതായത് ബാഫയ്ക്ക് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ സീതി ഹാജി CH ബന്ധത്തിൽ അന്നൊരു ആരോപണം വന്നത് അതൊക്കെ മരക്കച്ചവടം കള്ളക്കച്ചവടം എന്ന് പറഞ്ഞിട്ടാണ്. CHന് 10 പൈസയും കിട്ടിയിട്ടില്ല എന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. ഇതൊക്കെ തെളിവുള്ള കാര്യങ്ങളാണ്. അതായത് മുനീർ പഠിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഗവൺമെൻറ് കൊടുത്തു. അങ്ങനെ ഒരിക്കൽ CHനെതിരായിട്ട് ഒരു കോടതി വിധി വന്നു. അന്ന് ഞാൻ നടക്കാവിലുണ്ട്. ഹൈക്കോടതി പറഞ്ഞു ഈ സ്ഥലം മാറ്റം തെറ്റാണ്, റദ്ദാക്കുന്നത് കാര്യകാരണ സഹിതം. അപ്പം ഞാൻ CHനോട് ചോദിച്ചു, പിന്നെ ഇന്ന് മാതൃഭൂമിയിൽ കോടതി വിധി ഉണ്ടോ? എന്താ? ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ CH ചിരിച്ചു. ശരിയായിരിക്കും കോടതി പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല അതെ, ഞാൻ എൻ്റെ നാട്ടുകാരിയോ എൻ്റെ പാർട്ടിക്കാരിയോ എൻ്റെ സമുദായക്കാരിയോ ആക്ക് വേണ്ടി ഒന്നും ചെയ്തതല്ല. ഈ കേസിലെ അപ്പുറത്തുപ്പുറമുള്ള കക്ഷിയിൽ 2 നായർ സ്ത്രീകളാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് നേരാന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് മാറ്റി അത് അന്യായമാണെന്ന് കോടതി പറഞ്ഞാൽ ശരിയായിരിക്കും എന്ന് പറയും. അല്ല, ഞാൻ ഒരു എൻ്റെ പാർട്ടിയോ ജാതിയോ നോക്കി മതം നോക്കി ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് സത്യമായിരുന്നത്. അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് പഠിക്കാനുള്ളൊരു കാര്യം ഇതാണ്. പിന്നെ സാഹിത്യത്തോട് കലകളോടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു പരിഗണന എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം സിനിമ ഹറാമാന്നുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ സിനിമ ഹറാമല്ല എന്ന് പറയാൻ CH പോവില്ല. CH എന്താ ചെയ്യുക? CH സിനിമയ്ക്ക് പോവും, അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ 1972 തിരൂരങ്ങാടിൽ ഗംഭീരമായി മാപ്പിള കലോത്സവം നടത്തും. അപ്പോൾ അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്ന പ്രേം നസീറിനെയാണ്. കണ്ടോ, ഹറാമ് തീർന്നു വന്ന രീതിയാണ്. പിന്നെ അടുത്ത ലക്കത്തിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ CHും പ്രേം നസീറും ഇരിക്കുന്ന ഗംഭീരമായൊരു ഫോട്ടോ വരും. വലിയ ഇഷ്ടമായിരുന്നു പ്രേം നസീറിന്. തിരുനെല്ലി കോഴിക്കോട്ടുള്ളപ്പോൾ CH ചന്ദ്രയിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടുണ്ട് പ്രേം നസീറിന് ഇവരോടൊക്കെ വലിയ ബഹുമാനം, ബഷീറിനോടും. അപ്പോൾ ബഷീർ ഭാർഗവനിലയം തിരക്കഥ എഴുതുമ്പോൾ നസീറിനൊന്ന് ചെന്ന് കാണാം എന്ന് പറഞ്ഞു. ആര്? വിൻസെൻറ്റും P. ഭാസ്കരൻ മാഷും ശോഭന ബഷീറിനും കൂടി. അങ്ങനെ ഒരു കാറിൽ പോവാണ്. അവിടെ ചെന്ന് ഷൂട്ടിംഗ് സ്ഥലത്താണ്. അപ്പോൾ ഒരു അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബഷീറിനെ കണ്ട ഉടനെ നസീർ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ബഷീറിനെ മുഖത്ത് ചുംബിച്ചു. ബഷീർ തുടച്ചിട്ട് പറഞ്ഞു, എന്നെ ആരും ഉമ്മ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് ആണുങ്ങൾ. ഇനിയിപ്പോൾ നീണ്ടാൽ ഇവിടെ നിയമലംഘനം നടത്തിയതിന് നടപടി വരും. അത് പിന്നെ എനിക്കല്ല, നിങ്ങൾക്കാ വരാമെന്നൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുകയാണ്.
CH-ൻ്റെ എന്തും മുഴുവൻ നർമ്മമധുരമായിട്ടാണ് ആലോചിക്കേണ്ടത്. പക്ഷേ അതിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞ, മുസ്ലിം പെൺകുട്ടികൾ പഠിക്കണം എന്ന് വെച്ചിട്ട് അദ്ദേഹം സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. ഹൈസ്കൂളിൽ 10ാം തരം വരെ. പക്ഷേ ഏർപ്പെടുത്തിയപ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രമല്ല ദളിത് പെൺകുട്ടികൾ കൂടി ഏർപ്പെടുത്തി. അവിടെയാണ് CH-നെ കാണേണ്ടത്. അത് മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അല്ല, അത് വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായി പിന്നിൽ നിൽക്കുന്ന രണ്ട് കൂട്ടരാണ് ആര്? മുസ്ലിം പെൺകുട്ടികളും ദളിത് പെൺകുട്ടികളും. അപ്പോൾ പിന്നെ ഈ ഇതിനൊന്നും അദ്ദേഹം ആരോടും തർക്കിക്കാനൊന്നും പോവില്ല. അതൊക്കെ തമാശയായിട്ട് വിട്ടുകളയാണ് CH ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എത്രയോ മുന്നിലാണ് കേരളം, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ കാര്യത്തിൽ. അവിടെ ഇപ്പോൾ മലപ്പുറത്ത് ഒരു മുസ്ലിം പെൺകുട്ടി പൈലറ്റായിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ ശരിക്കും അമ്പരന്ന് ഒരു മുസ്ലിം പെൺകുട്ടി പൈലറ്റായി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പിന്നെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകം അച്ചടിച്ചത് വണ്ടൂർ മാപ്പിള കലാസാഹിത്യവേദിയാണ്. അത് പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ ജന്മശതാബ്ദിക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ തിരഞ്ഞെടുത്തിറക്കിയത്. പുലിക്കോട്ടിൽ കൃതികൾ 1979. അപ്പോൾ ആസാദ് വണ്ടൂരാണ് നടത്തുന്നത്. അപ്പോൾ ആസാദ് വണ്ടൂരിനോട് പറഞ്ഞു, കാരശ്ശേരി ഇതിൻ്റെ അവതാരിക ഞാൻ CH-നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് പറ്റൂല. എന്താ? ഞാൻ പറഞ്ഞു ഇതിൻ്റെ അവതാരിക ഞാൻ എഴുതും, CH എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലാ, ഞാൻ മൂപ്പരോട് പറഞ്ഞു പോയല്ലോ. അവനൊരു പ്രശ്നമില്ല, എന്താ നിങ്ങളിനി ചോദിക്കാതിരുന്നാൽ മതി, CH-ന് എന്താണെന്ന് കാര്യം മനസ്സിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുസ്തകം വന്നപ്പോൾ, കാരണം എനിക്കത് ഇവിടുത്തെ പൊതു പാരമ്പര്യമായിട്ട് ബന്ധിപ്പിച്ച ഒരു പഠനം മാതിരി എഴുതി ഉണ്ടാക്കണം എന്ന് CH നേരം ഉണ്ടാവില്ല. CH അത് നീ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് രണ്ടാമത് ചോദിച്ചില്ല എന്ന് ആസാദിനോട് ചോദിച്ചിട്ടേ ഇല്ല. അപ്പോഴാണ് ആസാദിന് മനസ്സിലാകുന്നത് CH ഏത് തരം ഒരാളാണ്. അപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറയാം. വയനാട്ടുകാരെ അവിടെ പരിചയപ്പെട്ടു. വയനാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആളുടെ പേര് MA കൽപ്പറ്റ എന്നാണ്. അദ്ദേഹം പാട്ടെഴുത്തുകാരനാണ്. അദ്ദേഹം അന്നൊക്കെ നന്നായിട്ട് പാടിയിരുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം CH-ലെ ഏതെങ്കിലും മീറ്റിങ്ങിൽ മാപ്പിളപ്പാട്ട് പാടിയാൽ CH വരെ നോക്കട്ടെ എന്ന് പറയും. ആ ടെക്സ്റ്റും കൂടി മേടിച്ച് കീശയിലിടും. പിറ്റേ ആഴ്ച ചന്ദ്രിക വാരുന്നതിലുണ്ടാവും. മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്ത് ഞാനതിൽ വളരെ കാലം വർക്ക് ചെയ്ത ഒരാളെന്ന് എനിക്കറിയാം. KK കരീമാണെങ്കിലും ഉബൈദാണെങ്കിലും പുനർകുളം ബാപ്പു ആണെങ്കിലും ആബു ആണെങ്കിലും ഒക്കെ ചന്ദ്രികയിൽ വലിയ സ്പേസ് കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് CH. അദ്ദേഹത്തിന് വലിയ കമ്പായിരുന്നു. പിന്നെ സീതിയാജിക്കും കൂടി കമ്പുള്ള ഒരു കവിയായിരുന്നു ആര്? പുലിക്കോട്ടിൽ ഹൈദർ. കേട്ടോ, പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറഞ്ഞാൽ മുരിങ്ങാക്കായ്ക്ക് വന്ന് മൂപ്പര് കാണിച്ച് തന്ന് മുച്ചിപ്പിരാന്തിനാലേ പെറ്റി ഞാനൊന്ന് എന്ന് നർമ്മമധുരമായിട്ട് എഴുതുന്ന ആളാണ്. സീതിയാജിക്കും CH-നൊക്കെ വളരെ കമ്പുള്ള ആളാണ്. അങ്ങനെ അപ്പോൾ ഞാൻ അതുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഇതിങ്ങനെ അബ്രപ്റ്റായിട്ട് എൻ്റെ പ്രസംഗത്തിന് ഒരു സുന്നത്ത് കഴിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാൻ അവസാനിപ്പിക്കുക.